ഒരു കാലത്ത് വളരെ സജീവമായി ഓടി നടന്നിരുന്ന മനുഷ്യൻ. അദ്ദേഹം വാർദ്ധക്യത്തിലെത്തിയപ്പോ അദ്ദേഹത്തിന് നടക്കാനൊന്നും പറ്റുന്നില്ല. അതുകൊണ്ട് ഉമ്മയെയും ഉപ്പയെയും അദ്ദേഹത്തിന്റെ മകൻ ഇടക്കിടക്ക് പുറത്തുകൂടെ ഇങ്ങനെ കൊണ്ടുപോകും അത്രേ. ഇപ്പൊ ജസ്റ്റ് മഗ്‌രിബിന് മുമ്പ് ഞങ്ങളൊരു ഹോട്ടലിൽ കയറി ഭക്ഷണം കഴിക്കാനിരിക്കുമ്പോൾ ആ ഹോട്ടലിലെ 3-4 ഉടമസ്ഥന്മാരിൽ ഒരാൾ അദ്ദേഹത്തിന്റെ ഉമ്മയെയും ഉപ്പയെയും കൊണ്ടുവന്ന് അവിടെ ഒരു ചെയറിൽ ഇരുത്തിയിരിക്കുകയാണ്. കുട്ടികൾ കാഴ്ച കാണുന്നത് പോലെ അവർ ആ ഹോട്ടലിന്റെ കാഴ്ചകൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഒരു കാലത്ത് അദ്ദേഹം പറഞ്ഞു, ഒരു കാലത്ത് വീട്ടിൽ അടങ്ങിയിരിക്കാത്ത പ്രകൃതമായിരുന്നു ഉപ്പയ്ക്ക്. അതുകൊണ്ട് ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും ഞാൻ അദ്ദേഹത്തെ എവിടേക്കെങ്കിലൊക്കെ ഒന്ന് പുറത്തേക്ക് കൊണ്ടുപോകും. അപ്പൊ നമ്മളൊക്കെ ജീവിതത്തിന്റെ ഒരു പ്രതിസന്ധി എന്ന് പറയുന്നത്, ഒരു കാലത്ത് നമ്മൾ സജീവമായിട്ട് വളരെ ആക്റ്റീവായിട്ട് ആരോഗ്യത്തോടെ മുന്നോട്ട് പോകുന്ന സമയം ഉണ്ടാവാം. പക്ഷേ നമ്മുടെ യൗവനം വാർദ്ധക്യത്തിന് വഴിമാറും, നമ്മുടെ ആരോഗ്യം രോഗത്തിന് വഴിമാറും, നമ്മുടെ ഒഴിവ് സമയം തിരക്കിന് വഴിമാറും, നമ്മുടെ സൗകര്യങ്ങളും സംവിധാനങ്ങളും നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന എല്ലാതും നാം പ്രതീക്ഷിക്കാതെ പൊടുന്നനെ നശിച്ചു പോകും. എന്താണ് വയനാട്ടിൽ ഉണ്ടായത്? രാത്രി ഭക്ഷണം കഴിച്ച് എല്ലാവരും ഒച്ചയും ബഹളവും ഒക്കെ വെച്ച് നമ്മുടെ വീട്ടിൽ ഉണ്ടാകുന്നത് പോലെ തന്നെ മക്കളെയൊക്കെ പിടിച്ചു വെച്ച് കിടത്തി ഉറക്കിയ ആ മക്കളെയൊക്കെ നട്ടപ്പാതിരക്ക് വിളിച്ചുണർത്തി മലയുടെ മുകളിലേക്ക് ഓടേണ്ട അവസ്ഥയുണ്ടായി. ഇതാണ് സഹോദരന്മാരെ ദുനിയാവ്. കുടുംബമായി സമാധാനത്തോടെ സന്തോഷത്തോടെ നമ്മൾ ജീവിക്കുന്നതിനിടക്കായിരിക്കാം കുടുംബത്തിൽ ഒരാൾ മരണപ്പെട്ടു പോകുന്നത്. അതോടുകൂടെ കുടുംബത്തിന്റെ ആ വിളക്ക് അണഞ്ഞു പോവുകയാണ്, കുടുംബത്തിന്റെ ആ സന്തോഷം നശിച്ചു പോവുകയാണ്. ഇന്നലെ വരെ ഒരു പ്രശ്നവുമില്ലാത്ത ആളാണ് പിന്നീട് രോഗിയായിട്ട് മാറുന്നത്. ഈ ദുനിയാവിന്റെ ഒരു പ്രകൃതം ഇങ്ങനെയാണ്. ഇതെത്രത്തോളം നമ്മളെ സാരമായി ബാധിക്കും എന്ന് പഠിപ്പിക്കാൻ ഖുർആനിലെ ഒരു ആയത്ത് തന്നെ മതി. ആ ആയത്ത് എപ്പോ ഇറങ്ങിയതാണെന്നറിയോ? നീണ്ട 13 കൊല്ലം റസൂലുള്ള മക്കത്ത് പീഡനങ്ങൾ സഹിച്ച്, പട്ടിണി കിടന്ന്, കഷ്ടതകൾ സഹിച്ച്, എല്ലാറ്റിൽ നിന്നും ഒരു മോചനം എന്ന നിലക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല മദീനയിലേക്ക് ഹിജറ പോകാൻ വേണ്ടി പറഞ്ഞ് മദീനയുടെ ഓരത്ത് അതിന്റെ ബോർഡറിൽ എത്തിയപ്പോഴേക്ക് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കണ്ടതും അൻസാരികൾ ഓടി വന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ രാജകീയമായി സ്നേഹിച്ചാനയിച്ച് സ്വീകരിച്ചു കൊണ്ടുപോയി പ്രവാചകന് വേണ്ട എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കുമ്പോൾ നാച്ചുറലി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ആയിരിക്കണം മനസ്സിലാക്കുന്നത്? ഇനി മക്കയെപ്പോലുള്ള ഒരു പ്രതിസന്ധിയോ പ്രയാസങ്ങളോ ഒന്നും തന്നെ ബാധിക്കില്ല എന്ന് വിചാരിക്കുന്ന ഒരു സേഫ് സോണിലെത്തി എന്ന് വിചാരിക്കാൻ പറ്റുന്ന സമയം, അതാണ് മദീനയുടെ ആ ഒരു സമയം. അവിടെയാണ് ഖുർആനിലെ 2 ആയത്ത് ഇറങ്ങിയത്. ആ 2 ആയത്തിൽ പറയുന്നത് എന്താ അറിയോ? വലനബലുവന്നകും, ഞാൻ നിങ്ങളെ പരീക്ഷിക്കുക തന്നെ ചെയ്യും, ബിശൈഇം മിനൽ ഖൗഫി വൽ ജൂഇ വനഖസിം മിനൽ അംവാലി വൽ അൻഫുസ് വസ്സമറാത്ത് ഫബശ്ശിരിസ് സാബിരീൻ. നിങ്ങളെ ഞാൻ പരീക്ഷിക്കും. വലനബലുവന്നക്കും എന്ന് പറഞ്ഞാൽ ആദ്യത്തെ ലാമും അവസാനത്തെ ശബ്ദമുള്ള നൂനും പടച്ചോൻ വെച്ചിരിക്കുന്നത് എന്തിനാണെന്നറിയോ? ഉറപ്പിക്കാനാണ്. ഒരു വെറുതെ ഒരു ലാഘവത്തോടെ നിങ്ങൾക്ക് ചെറിയ ചെറിയ കോലത്തിലൊക്കെ പരീക്ഷിക്കട്ടോ എന്ന് പറഞ്ഞേക്കല്ല, മറിച്ച് ആണയിട്ട് ഉറപ്പിച്ച് ശക്തമായി പറഞ്ഞിരിക്കുകയാണ്. അല്ലെ? ഒരു ജോലി കിട്ടിയ എല്ലാ പ്രശ്നവും തീരുന്ന വിചാരിച്ചു, പക്ഷെ ജോലിയാണ് ഏറ്റവും വലിയ പ്രശ്നം എന്ന് പിന്നെ മനസ്സിലായത്. വീട് വെച്ചാൽ എന്റെ എല്ലാ പ്രശ്നവും തീരുന്നു മനസ്സിലാക്കിയത്, പക്ഷെ വീട് വെച്ചപ്പോൾ അടുത്ത പ്രശ്നമായി. കല്യാണം കഴിഞ്ഞാൽ എല്ലാ പ്രശ്നവും തീരുന്നു വിചാരിച്ചപ്പോ കല്യാണം കഴിഞ്ഞപ്പോ വേറെ പ്രശ്നമായി. പ്രശ്നം അടങ്ങുന്നൊരു സമയം ഇവിടെ ഇല്ല. മനസ്സിലായില്ലേ? കാരണം ഇതങ്ങനെയാണ്. സമുദ്രത്തിൽ ഓളമടങ്ങിയ തിരയടങ്ങിയ ഒരു സമയമില്ലാത്തതുപോലെ ചെറിയ ചെറിയ ശാന്തതയ്ക്ക് ഉണ്ടാവും, പക്ഷെ അടുത്ത നിമിഷം അടുത്ത തിരമാല വരും എന്നുള്ളതാണ് ജീവിതത്തിന്റെ ഒരു പ്രത്യേകത. അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അള്ളാഹു പറഞ്ഞത് എവിടെന്ന് അറിയോ? മദീനത്ത് നിന്നാണ്. ഇനി നമുക്കൊരു പ്രയാസമില്ലാണ്ട് ജീവിക്കാമെന്ന് വിചാരിച്ച് നിൽക്കുന്നിടത്താണ് അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്, നിന്നെ ഞാൻ പരീക്ഷിക്കും. ഭയം കൊണ്ട്, പട്ടിണി കൊണ്ട്, വിശപ്പ് കൊണ്ട്, വിഭവനഷ്ടങ്ങൾ കൊണ്ട്, ജീവനഷ്ടങ്ങൾ കൊണ്ട്, പലതരത്തിലുള്ള പരീക്ഷണങ്ങളും നിങ്ങളെ ബാധിപ്പിക്കും എന്നാണ്. നോക്കൂ, നിങ്ങൾ താനൂരില് ഒരു തറവാട്ടിലുള്ള മുഴുവൻ ആളുകളൊന്ന് ഒരുമിച്ച് കൂടാൻ തീരുമാനിച്ച്, അത്യാവശ്യം നല്ലൊരു ടൂറിസ്റ്റ് പ്ലേസ് ആയിക്കോട്ടെ എന്ന് അവർ തീരുമാനിച്ചിട്ട് അവരെന്ത് ചെയ്തു? ബോട്ടൊക്കെ ബുക്ക് ചെയ്ത് ആ കുടുംബം ഒരുമിച്ച്
മക്കളും മക്കളും എല്ലാവരും ഒരുമിച്ച് ആ മണൽത്തിട്ടയിൽ നിന്നൊരു ഗ്രൂപ്പ് ഫോട്ടോയും എടുത്ത് ആ ബോട്ടിലേക്ക് കണ്ട് കയറിയിട്ട് പാട്ടും അതുപോലെ തന്നെ സന്തോഷവും കൂത്തുമായിട്ട് അവർ യാത്ര തുടങ്ങിയത്. കുറച്ചെണ്ണം നീങ്ങിയതും ബോട്ട് മറിഞ്ഞ് എല്ലാവരും മുങ്ങി മരിച്ചു. ഒരു വീട്ടിലെ 9 മയ്യത്താണ്. ഒരു വീട്ടിലെ 9 മയ്യത്ത്. അപ്പൊ ഒരു അപൂർണമാണ് യഥാർത്ഥത്തിൽ ജീവിതം. അതുകൊണ്ട് ചില ആൾക്കാർ പറഞ്ഞത് എന്താ വെച്ച് കഴിഞ്ഞാല് നമ്മൾ ഇവിടെ നോക്കിയാൽ മതി, ഇവിടെ മാക്സിമം എൻജോയ് ചെയ്യുക, ഇവിടെ മാക്സിമം അടിച്ചു പൊളിക്കുക, ഇവിടെ മാക്സിമം നമ്മൾ ആസ്വദിക്കുക. ഇവിടെ എന്താണ് ആസ്വദിക്കാനുള്ളത് ഇതൊന്ന് പറഞ്ഞോണ്ട് അറിയാത്തോണ്ട് ചോദിക്കുകയാണ്. ഒരു ക്യാൻസർ വാർഡിൽ പോയിട്ട് നിനക്ക് പറയാൻ പറ്റുമോ എൻജോയ് യുവർ ലൈഫ്, ലൈഫ് ഇവിടെ മാത്രമേ ഉള്ളൂ, പരമാവധി എൻജോയ് ചെയ്തു പറഞ്ഞാൽ എങ്ങനെ മനുഷ്യാവോ എൻജോയ് ചെയ്യുക? ഒരു തുള്ളി വെള്ളം അന്നനാളത്തിലൂടെ ഇറങ്ങാത്ത വിധം അവന്റെ അന്നനാളം മുഴുവൻ ക്യാൻസറിന്റെ വ്രണങ്ങൾ കൊണ്ട് അടഞ്ഞിരിക്കുകയാണ്. എങ്ങനെ അവൻ എൻജോയ് ചെയ്യും? 2 കിഡ്നിയും ഫെയിലിയർ ആയിട്ട് ആഴ്ചയിൽ 4 തവണ ഡയാലിസിസ് ചെയ്യുന്ന ആള് എങ്ങനെ എൻജോയ് ചെയ്യും? 10-18 കൊല്ലം തന്റെ മകളെ പൊന്നുപോലെ നോക്കിയിട്ട് അവസാനം മതം പോലും നോക്കാതെ ഒരുത്തന്റെ കൂടെ ഇറങ്ങി ഓടിയതിന്റെ പേരിൽ ജീവിതകാലം മുഴുവൻ കരഞ്ഞു തീർക്കുന്ന മാതാക്കളോടും പിതാക്കളോടും പോയിട്ട് ജീവിതം ഇതൊക്കെ തന്നെയാണ്, അനുഭവിച്ചോ എന്ന് പറയാൻ പടച്ചോൻ തീരുമാനിച്ചിട്ടില്ല. കാരണം പടച്ചോൻ അങ്ങനെ ബുദ്ധിമുട്ടിക്കാനല്ല യഥാർത്ഥത്തിൽ നമ്മളെ ഇങ്ങോട്ട് വിട്ടിരിക്കുന്നത്, നമ്മളെ പരീക്ഷിക്കാനാണ്. ഈ പരീക്ഷണത്തിന്റെ അപ്പുറത്ത് നമുക്ക് വലിയ ഒരു വിജയവും ഒരു സമാധാനവും ഒരു സന്തോഷവും ഉണ്ട് എന്ന പ്രതീക്ഷയിൽ കഴിയാനാണ് പടച്ചോൻ നമ്മൾ ഇങ്ങോട്ട് വിട്ടത്. ഇവിടുത്തെ വീടാകട്ടെ, ഇവിടുത്തെ ബസ്സിനാകട്ടെ, ഇവിടുത്തെ ഫെസിലിറ്റീസ് ആകട്ടെ, സൗകര്യങ്ങളാകട്ടെ, എത്ര വലിയ പ്രൊഫഷൻ ആകട്ടെ, അതൊക്കെ വളരെ ക്ഷിപ്രമാണ്, വളരെ ഷോർട്ടാണ്, വളരെ ചുരുങ്ങിയ നിമിഷം മാത്രമേ ബാക്കിയുള്ളൂ. എന്നാൽ ഒരിക്കലും നശിക്കാത്ത, ഒരിക്കലും തകരാത്ത, ഒരിക്കലും ഒരു തരത്തിലുമുള്ള ബുദ്ധിമുട്ടും ബാധിക്കാത്ത ഒരു ലോകമുണ്ടെങ്കിൽ അത് മരണത്തിനപ്പുറത്ത് സ്വർഗമാണ്. അതുകൊണ്ടാണ് ഒരു അപസ്മാര രോഗി പെണ്ണ് റസൂലിന്റെ അടുക്കൽ വന്നിട്ട് നബിയെ എന്റെ രോഗം മാറാൻ നിങ്ങൾ പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞപ്പോ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, പെണ്ണെ നീ ക്ഷമിക്കാൻ തയ്യാറാണെങ്കിൽ ഈ രോഗം നിന്നെ സ്വർഗത്തിലെത്തിക്കും. ആ പെണ്ണ് നബിയോട് പറഞ്ഞു, നബിയെ ഞാൻ ക്ഷമിച്ചോളാം, എനിക്ക് സ്വർഗം മതി, എനിക്ക് സ്വർഗം മതി. പണത്തിന്റെ മടിത്തട്ടിൽ പിറന്നു വീണ മുസ്അബ് ഇബ്നു ഉമൈർ റളിയല്ലാഹു അൻഹു, അദ്ദേഹം മരിക്കുമ്പോ ഒരു പുതപ്പുണ്ടായിന് കയ്യില്. ആ പുതപ്പ് കൊണ്ട് തല മറച്ചാൽ കാലും, കാല് മറച്ച തലയും പുറത്താകുമായിരുന്നു. എത്രയാണ് അവർ പട്ടിണി കിടന്നത്. നാളുകള് ആരാ സ്വഹാബത്ത്, എന്താ അവർക്ക് അവസ്ഥ എന്താ? അവർക്ക് പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് ഒരുപാട് ഇല്ലാത്ത ഹദീസ് ഉണ്ടാക്കി എഴുതി അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറയുന്ന ആൾക്കാരുണ്ട്. എനിക്കറിയോ കുട്ടിയെ ആരാണ് സ്വഹാബത്ത് എന്ന്? ഭക്ഷണം കഴിക്കാനില്ലാതെ യുദ്ധയാത്രയിൽ 1 മാസത്തിലധികം ദിവസം പച്ചിലയും പച്ചവെള്ളവും ഭക്ഷിച്ച് ആടുകൾ കാഷ്ടിക്കുന്ന പോലെ കാഷ്ടിച്ച് നാവും വായവും മുറിപ്പെട്ടു പോയി എന്ന് പറഞ്ഞവരാണ് സ്വഹാബത്ത്. ജന്മദേശം വിട്ടു പോകുമ്പോ ഒരു ഡ്രസ്സ് പോലും കൈക്കരുതാൻ മുശ്രിക്കുകൾ സമ്മതിച്ചിട്ടില്ല. ദീനിന് വേണ്ടി പരിത്യാഗം ചെയ്തവരാണ് സ്വഹാബത്ത്. മനസ്സിലായില്ലേ? ആ സ്വഹാബത്തിനെ പരിഹസിക്കുന്ന, കൊച്ചാക്കുന്ന, അവർക്കൊക്കെ എന്ത് എന്ന് ചോദിക്കുന്ന ആൾക്കാർക്ക് എന്ത്? നമ്മളതാ ചോദിക്കണേ, എന്താണ് ഇവർക്കൊക്കെ പറ്റിപ്പോയത് എന്നാണ് നമ്മൾ ചോദിക്കുന്നത്. അള്ളാഹ് ലോകത്തുള്ള മുഴുവൻ ആളുകളുടെ ഹൃദയത്തിലേക്ക് നോക്കിയിട്ട് നബിയുടെ കൂടെ ജീവിക്കാൻ പറ്റിയ ആളുകളെ തെരഞ്ഞെടുത്തതാണ് സ്വഹാബത്ത്. ആ സ്വഹാബത്ത് ഒരുപാട് സഹിച്ചിട്ടുണ്ട്. എന്തേ? ഈ സഹിക്കുന്നതിനൊക്കെ പരലോകത്ത് സ്വർഗം പകരമായി കിട്ടും. ഞാൻ അനുഭവിക്കുന്ന വേദനയ്ക്ക്, ഞാൻ അനുഭവിക്കുന്ന സങ്കടത്തിന്, ഞാൻ അനുഭവിക്കുന്ന കഷ്ടനഷ്ടങ്ങൾക്ക് എനിക്ക് പരലോകത്തൊരു സ്വർഗമുണ്ട് എന്ന പ്രതീക്ഷയിലാണ് അവരൊക്കെ ഉള്ളത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മരിക്കാൻ, സൗണ്ട് പോയോ അതോ എന്റെ ചെവി അടഞ്ഞോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മരിക്കാൻ കിടക്കുമ്പോ ഫാത്തിമ റളിയല്ലാഹു അൻഹ വന്നിട്ട് പറയാണ്, എന്റെ ഉപ്പച്ചി ഇന്ന് എന്ത് വലിയ വേദനയാണ് അനുഭവിക്കുന്നത്. റസൂലുള്ള പറയാ, പൊന്നുമോളെ ഫാത്തിമ, നിന്റെ ഉപ്പക്ക് ഇന്നേ ദിവസത്തിനപ്പുറത്ത് വേദനയില്ല മോളെ. മനസ്സിലായല്ലേ? ബാപ്പപ്പണ് മരിച്ചാലേ ഇനി വേദന ഇല്ല. ഈ ഇരിക്കുന്ന എത്ര ആളുകൾക്ക് പറയാൻ പറ്റും? സഹോദരന്മാരെ, സഹോദരിമാരെ, നമ്മുടെ മരണത്തോടെ നമുക്കൊരു ആസ്വാദ്യകരമായ, ഒരു സമാധാനകരമായ ജീവിതം, ഒന്നും ഓർത്തു പേടിക്കേണ്ടതില്ലാത്ത ജീവിതം, ആശങ്കകളില്ലാത്ത ജീവിതം, ആധികളില്ലാത്ത ജീവിതം, പ്രതിസന്ധികളും പരീക്ഷണങ്ങളും ഇല്ലാത്ത, മുറിവുകളുടെ വേദനകൾ അനുഭവിക്കേണ്ടതില്ലാത്ത, മാനസിക സംഘർഷങ്ങളില്ലാത്ത ഒരു ജീവിതം നമുക്ക് കിട്ടുമെന്ന് എത്ര ആൾക്ക് പറയാൻ പറ്റും?
അത് കിട്ടുകയാണ് സുഹൃത്തുക്കളെ വേണ്ടത്. മക്കയിൽ നിന്നൊന്നുമില്ലാതെയാണ് അബ്ദുള്ള ദുൽബിജാദൈൻ എന്ന സ്വഹാബി മദീനയിലേക്ക് വന്നത്. ഇസ്ലാം സ്വീകരിച്ചപ്പോ അദ്ദേഹത്തിന്റെ അമ്മാവന്റെ കീഴിലായിരുന്നു അദ്ദേഹം. അമ്മാവൻ കൊടുത്തതൊക്കെ തിരിച്ചു വാങ്ങി. ഈവൻ അദ്ദേഹത്തിന്റെ ഡ്രസ്സ് പോലും അയപ്പിച്ചിട്ടാണ് വിട്ടത് വീട്ടിലേക്ക്. ഇത് കണ്ട് ഉമ്മ ഒരു പുതപ്പ് കീറിയിട്ട് ഒന്നുകൊണ്ട് മേലും മറ്റൊന്നുകൊണ്ട് അരയും പുതച്ചിട്ട് ഉടുപ്പിച്ചിട്ട് മദീനയിലേക്ക് വിട്ടു. റസൂൽ ഇങ്ങനെ കാണുമ്പോൾ ഒരു പുതപ്പുകൊണ്ട് ഇങ്ങനെ ഉടുപ്പ് ധരിച്ചിട്ട് നിൽക്കുന്ന ഒരാളെയാണ്. അന്നാണ് റസൂൽ അദ്ദേഹത്തെ ദുൽബിജാദൈൻ എന്ന് വിളിച്ചത്. 2 പുതപ്പിന്റെ ഉടമസ്ഥൻ എന്ന പേര് വിളിച്ചത് റസൂലുള്ളയാണ്. തനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട അപരനാമം അതായിരുന്നുവെന്ന് അദ്ദേഹം പിന്നീട് പറയുന്നുണ്ട്. ഒന്നുമില്ലാതെ ഒരു പുതപ്പ് 2ആയി പകുത്തത് ഉടുത്തിട്ട് മദീനയിൽ വന്ന സഹാബി ഒരു യുദ്ധരാത്രിയിൽ മരിക്കുമ്പോ അദ്ദേഹത്തിന്റെ മയ്യത്ത് ഖബറിലേക്ക് ഇറക്കി വെക്കുമ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ വാക്കെന്താ അറിയോ? അല്ലാഹുമ്മ ഇന്നി യംസൈതു അൻഹു റാദിയ ഫർദ അൻഹു. അല്ലാഹുവേ, ഈ മരിച്ചു കിടക്കുന്ന അബ്ദുള്ളയെ കുറിച്ച് ഞാൻ പൂർണ്ണ സംതൃപ്തനാണ്. ഈ മരിച്ചു കിടക്കുന്ന അബ്ദുള്ളയെ കുറിച്ച് ഞാൻ പൂർണ്ണ സംതൃപ്തനാണ്. സുഹൃത്തുക്കളെ, സഹോദരന്മാരെ, നമുക്ക് വിദ്യാഭ്യാസ യോഗ്യത ഉണ്ട്, നമുക്ക് വീടുണ്ട്, വാഹനമുണ്ട്, നമുക്ക് കടയുണ്ട്, സമ്പത്തുണ്ട്, അഡ്രസ് ഉണ്ട്, ഒക്കെ ഉണ്ട്. പക്ഷെ മരിച്ച സ്വർഗമുണ്ടോ? അതൊരു അജണ്ടയാണ്. അത് വലിയൊരു അജണ്ടയാണ്. അതെപ്പോഴാണ് ആളുകൾക്ക് മനസ്സിലാകുന്നറിയോ? മലക്കുൽ മൗത്തും സംഘവും ഇങ്ങനെ ആകാശത്ത് നിന്ന് ഇറങ്ങി വരുമ്പോ ആളുകൾക്ക് മനസ്സിലാകും. അപ്പോൾ അവർ പറയും, ഹത്താ ഇദാ ജാഅ അഹദഹുമുൽ മൗത്ത് ഖാല റബ്ബി ഇർജിഊൻ ലഅല്ലി അഅമലു സാലിഹൻ ഫീമാ തറക്തു. മരണത്തിന് വേണ്ടി മലക്കുൽ മൗത്ത് സംഘവും വരുമ്പോ മനുഷ്യൻ പറയും, അല്ലാഹുവേ, ഇപ്പൊ പിടിക്കല്ലേ, കുറച്ചൊന്ന് ഞാൻ ഒരുങ്ങിയിട്ട് വരാം. അപ്പൊ ഇതുവരെ എന്തെടുക്കായിരുന്നു? ഇതുവരെ ഞാൻ ദുനിയാവിന്റെ തിരക്കിലായിരുന്നു. വീട് പണി നടക്കണ്ടായിരുന്നു, മക്കളെ പഠനം ഉണ്ടായിരുന്നു, അടുക്കള ജോലി ഉണ്ടായിരുന്നു, അല്ലെ, ഒരുപാട് പ്രാരാബ്ദങ്ങൾ ഉണ്ടായിരുന്നു, അടുത്ത ബ്രാഞ്ചിന്റെ ഉദ്ഘാടനമായിരുന്നു. പക്ഷെ മനുഷ്യൻ മരിക്കണ സമയത്ത് അവനോട് ബോധം വെക്കും. അതുകൊണ്ട് സഹോദരന്മാരെ, വളരെ നേരത്തെ നമുക്കുണ്ടാകേണ്ട ബോധം. ഇപ്പൊ നോക്കിയാണീ നമുക്ക് ഉള്ളതുകൊണ്ട് അഡ്ജസ്റ്റ് ചെയ്തൊക്കെ പോവാ കേട്ടോ, ഉള്ളതുകൊണ്ട് അഡ്ജസ്റ്റ് ചെയ്തൊക്കെ പോവാ. ഇന്നിപ്പോ രാത്രി എല്ലാരും മന്തി കഴിക്കണം നിർബന്ധമൊന്നുമില്ല, ഉള്ളത് കഴിച്ചാൽ മതി. ഒരു ചപ്പാത്തിയോ ഇനിയിപ്പോ ഒന്നുമില്ലൊരു കഞ്ഞിയും ചമ്മന്തിയോ അതൊക്കെ മതി. ഇവിടെ എന്താ സാധനമൊക്കെ, അതായാലും മതി, ഒരു കുഴപ്പമില്ല. ഉള്ള വീട് ഒരു 650 സ്ക്വയർ ഫീറ്റ് ആയാലും പ്രശ്നമൊന്നുമില്ല. മനസ്സിലായില്ലേ? ഇവിടുത്തെ പള്ളിക്കാട്ടിൽ ഒരു വീട് റെഡിയാണ്, എപ്പോഴും ഓൾവേസ് അത് റെഡിയാണ്. ഒരാള് മയ്യത്ത് കബറടക്കിയ പിന്നെ അടുത്തൊന്ന് സ്പെയർ കുത്തി വെക്കും. ഇവിടെ അല്ല പരിപാടി, നമ്മളവിടെ കണ്ട്. അതുകൊണ്ട് വീട് റെഡിയാണ്. അതിന് 650 സ്ക്വയർ ഫീറ്റും വേണ്ട, വളരെ കുറച്ച് മതി. ഇവിടെ അതൊക്കെ മതി. അതിന്റെ അർത്ഥം ഒന്നും വേണ്ട എന്ന് പറഞ്ഞിട്ട് ഞാൻ ജോലിക്കൊന്നും പോകില്ല, ഞാൻ കുറച്ച് ദിവസം 4 ദിവസം ലീവ്, 2 ദിവസം വർക്ക്, 2 ദിവസത്തെ ഫുഡ് കട്ട് ചെയ്തോളാം, അങ്ങനെ ഇതാക്കണം എന്നല്ല പറഞ്ഞേ. വരാത്തൻസ നസീബക മിന ദുനിയ, ദുനിയാവിൽ എന്റെ ഓഹരിച്ച് മറക്കണ്ട, അത് ഉണ്ടായിക്കോ. പക്ഷേ ദുനിയാവിൽ എന്തൊക്കെ നമുക്ക് കിട്ടിയാലും മരിക്കുമ്പോ നമുക്ക് സ്വർഗം കിട്ടിയില്ലെങ്കിൽ നമ്മളൊന്നും നേടിയിട്ടില്ല, നമ്മളൊന്നും നേടിയിട്ടില്ല. വിശുദ്ധ ഖുർആൻ സൂറത്തു ആല ഇമ്രാനിന്റെ ആയത്താ ഞാൻ ഓതിക്കേൾപ്പിച്ചത്. കുല്ലു നഫ്സിൻ ദാഇഖത്തുൽ മൗത്ത്, എല്ലാ നഫ്സും മരണത്തെ ആസ്വദിക്കും. വഇന്നമാ തുവഫൗന ഉജൂറകും യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിലാണ് ഓരോരുത്തരുടെയും കർമ്മങ്ങൾക്കുള്ള പൂർണ്ണ പ്രതിഫലം നൽകപ്പെടുന്നത്. നമ്മൾ ശരിയിലാണോ തെറ്റിലാണോ എന്ന് ഇപ്പൊ ഞമ്മക്ക് തോന്നും നമ്മൾ ശരിയിലാണ്, അല്ലെ? ഈ വിശ്വാസം മതി, ഈ കർമ്മം മതി, ഈ ഇടപാട് മതി, ഈ സ്വഭാവം മതി, ഈ വേഷവിധാനം മതി, ഈ ബന്ധങ്ങൾ മതി, ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന തരത്തിലുള്ള ആചാരാനുഷ്ഠാനങ്ങൾ മതി എന്നൊക്കെ ഞമ്മക്ക് തോന്നും. പക്ഷെ നമ്മൾ ചെയ്തത് ശരിയാണോ തെറ്റാണോ എന്ന് വിധി കൽപ്പിക്കുന്ന സമയം പരലോകം. വഇന്നമാ തുവഫൗന ഉജൂറകും യൗമൽ ഖിയാമ فمن زحزح عن النار وأدخل الجنة فقد فاز وما الحياة الدنيا إلا متاع الغرور. പരലോകത്ത് നന്മക്ക് പ്രതിഫലം, തിന്മക്ക് ശിക്ഷ അല്ലാഹ് വീതം വെക്കുമ്പോ നമുക്ക് സ്വർഗം കിട്ടിയാൽ വിജയിച്ചു.
ഈ ദുനിയാവ് വഞ്ചിക്കുന്ന വിഭവമാണ്. ഹാറൂൺ റഷീദ് അടിപൊളി ഒരു കൊട്ടാരം ഉണ്ടാക്കി. ഒരു ഖലീഫ ഒരു കൊട്ടാരം ഉണ്ടാക്കുമ്പോൾ എത്ര ഫെസിലിറ്റി ഉണ്ടാവും പറയേണ്ട ആവശ്യമില്ലല്ലോ. സാധാരണക്കാരെ വീടുകളിൽ ഇപ്പൊ നമ്മൾ കാണുന്നുണ്ട്. പിന്നെ ഒരു ഖലീഫന്റെ കൊട്ടാരം എത്ര എത്ര ഹൈ ഫെസിലിറ്റി ആയിരിക്കും ഉണ്ടാവുക. കൊട്ടാരം ഉണ്ടാക്കിയിട്ട് കവികളെയൊക്കെ വിളിച്ചു. എല്ലാ കവികളും വാതോരാതെ നിറച്ച് പുകയറ്റി പാട്ടുപാടി സ്വർണ്ണക്കീയും വാങ്ങിപ്പോയി. അബുൽ അത്താഹിയ എന്ന കവി വന്നിട്ട് കൊട്ടാരത്തെ നോക്കിയിട്ട് കൊട്ടാരത്തിന് അങ്ങോട്ട് പുകയറ്റി. ആദ്യം അടിപൊളിയാണ്, സുന്ദരമാണ്, ഇതിനകത്ത് എല്ലാം കിട്ടും, നിങ്ങൾക്കൊരു പ്രയാസം ഉണ്ടാവില്ല, ബുദ്ധിമുട്ടുണ്ടാവില്ല. അങ്ങനെ നിങ്ങൾ അടിച്ചു പൊളിച്ച് ഇങ്ങനെ ജീവിക്കുമ്പോ ഒരു സമയം വരും, അപ്പോൾ നിങ്ങളുടെ ഹൃദയത്തിന് നിങ്ങൾക്ക് ഓക്സിജൻ കിട്ടൂല. അപ്പൊ നിങ്ങൾക്ക് ഓക്സിജൻ കിട്ടൂല, ശ്വസിക്കാൻ കഴിയൂല. അപ്പൊ നിങ്ങളുടെ പരിവാരം ഉണ്ടാവും, സന്നാഹം ഉണ്ടാകും, സ്വർണത്തിന്റെയും വെള്ളിയുടെയും നാണയങ്ങൾ ഉണ്ടാകും, മേത്തരം കുതിരകൾ ഉണ്ടാകും, എല്ലാം ഈ കൊട്ടാരം ഉണ്ടാവും ഇവിടെ. പക്ഷെ ഒരു തുള്ളി പൾസ് കിട്ടൂല. അന്ന് നിങ്ങൾക്ക് മനസ്സിലാകും ഖലീഫ, ഈ കൊട്ടാരത്തിന്റെ താഴെ ഞാൻ വഞ്ചിക്കപ്പെടുകയായിരുന്നു എന്ന്. ഈ കൊട്ടാരം ഒന്നല്ല എന്നൊക്കെ മനസ്സിലാവും. ഇതിന്റെ മകുടവും ഇതിന്റെ സ്വർണപ്പണിയും ഈ പട്ടാളവും സന്നാഹമൊക്കെ ഉണ്ടായിട്ടും ഒരു തുള്ളി പൾസ് കിട്ടില്ലല്ലോ. അതുകൊണ്ട് ആ ഒരു മുഹൂർത്തത്തിൽ നമുക്ക് സമാധാനത്തോടെ മുന്നോട്ട് പോകാൻ പറ്റണം. ജനിച്ചപ്പോ കുട്ടികളൊക്കെ കരയായിരുന്നു അല്ലെ? കുട്ടി കരഞ്ഞപ്പോ നമ്മൾ ചിരിക്കുകയായിരുന്നു. അൽഹംദുലില്ലാഹ് കരഞ്ഞു അല്ലെ? വേദന വന്നതിന്റെ പേരിൽ സന്തോഷിക്കണ ആ സമയം തന്നെ ഉണ്ടാവുള്ളൂ. ഈ കാരം ഏത് വേദന വന്നിട്ടുണ്ട് അവക്ക് എന്ന് പറഞ്ഞിട്ട് സന്തോഷത്തോടെ പോണ സമയം പ്രസവമായിരിക്കും. കരയുമ്പോ ചിരിക്കുക. കുട്ടി കരയുമ്പോ നമ്മളൊക്കെ ജനിച്ചു വീണപ്പോ എല്ലാവരും ചിരിക്കായിരുന്നു, നമ്മൾ കരയുക. ഇനി നമ്മൾ മരിക്കുമ്പോ എന്താ സംഭവിക്കാറിയോ? ഭാര്യ കരയും, ഭർത്താവ് കരയും, മക്കൾ കരയും, കൂട്ടുകാർ കരയും, നാട്ടുകാർ കരയും, എല്ലാവരും കരയും. അപ്പൊ നമുക്ക് ചിരിക്കാൻ പറ്റണം. നമുക്ക് മാത്രല്ല, നമ്മുടെ കുടുംബത്തിലുള്ള എല്ലാവർക്കും. ആരാപ്പൊ കറണ്ട് ബില്ല് അടക്കണേ? ആരാപ്പൊ സാധനം വാങ്ങിക്കൊണ്ട് ചെല്ലുന്നത്? ആരാ അടുക്കളയിൽ ഫുഡ് കുക്ക് ചെയ്യുന്നത്? ഈ ചോറ് തിന്നണ എല്ലാവരും സ്വർഗത്തിനുമാണ് ഒരുമിച്ച്. മനസ്സിലായില്ലേ? ഈ ഒരുമിച്ച് ഒരേ ബെഡില് അല്ലെ? എത്ര കൊത്തിയാട്ടിയാലും നമ്മളെ മക്കള് പോലല്ലോ നമ്മളെ ബെഡ്റൂമെന്ന്. മക്കള് 3ഉം 4ഉം ആയാലും ഒക്കെ ഒരു ബെഡിലായിരിക്കും. ഞാൻ എന്റെ വൈഫിനോട് ചിലപ്പോ പറയാം, നമുക്ക് ഈ റൂം മൊത്തം ബെഡാക്കാനില്ല, 3 ബെഡ്റൂം ഉണ്ടാക്കിയതിന് പകരം. കാരണം എത്ര കൊത്തിയാട്ടിയാലും പോരാ, അവിടെ തന്നെ ഉണ്ടാവും. പക്ഷെ ഈ മക്കൾ എല്ലാവരും നമ്മുടെ കൂടെ സ്വർഗത്തിലുണ്ടാവോ? നമ്മളുണ്ടാവോ? ആദ്യം നമ്മുടെ ഭാര്യ ഉണ്ടാവോ? നമ്മുടെ ഭർത്താവ് ഉണ്ടാവോ? നമ്മുടെ മാതാപിതാക്കൾ ഉണ്ടാവോ? നമ്മുടെ മക്കൾ ഉണ്ടാവോ? ഉണ്ടാവണം. അതാണ് അജണ്ട. അത് എത്രാമത്തെ അജണ്ട? അത് എന്റെ ജോലി, പിന്നെ പഠനം, പിന്നെ വീട്ടിലുള്ള അറ്റകുറ്റപ്പണികള്, സാധന സാമഗ്രികള്, ഇതൊക്കെ കഴിഞ്ഞിട്ട് ലാസ്റ്റ് സ്വർഗവും വേണം. അങ്ങനെയാണെങ്കിൽ ലാസ്റ്റ് പോവാം. ഖുർആൻ എന്താ പറഞ്ഞ്? യാ അയ്യുഹല്ലദീന ആമനൂ, വിശ്വാസികളെ. ഈ വിശ്വാസികളെ എന്ന് വിളിക്കുമ്പോ സ്വഹാബത്ത് എന്താ ചെയ്ത? നിങ്ങള് തിരിഞ്ഞിക്കല്ല, ഒന്നും കൂടെ ജാഗ്രത കാണിച്ചു. കാരണം അത് സ്പെഷ്യൽ കോളാണ് വിശ്വാസികൾക്ക്. യാ അയ്യുഹൻ നാസ് ഉണ്ട്, യാ അയ്യുൽ കാഫിറൂൻ ഉണ്ട്, മുനാഫിഖീങ്ങൾ വിളിച്ചിട്ടുണ്ട്. പക്ഷെ മുഅ്മിനീങ്ങളെ എന്ന് വിളിക്കുമ്പോ സ്വഹാബത്ത് പറയാം, ഞങ്ങള് കാതു കൂർപ്പിക്കും. എന്താ പ്രത്യേകമായിട്ട് നമ്മളോട് അള്ളാഹ്ക്ക് പറയാനുള്ളത്? എന്താ പറയണേ? മനുഷ്യനും കല്ലും കത്തിക്കപ്പെടുന്ന നരകത്തിൽ നിന്ന് നിങ്ങളെയും നിങ്ങളുടെ മക്കളെയും നിങ്ങളുടെ കുടുംബത്തെയും നിങ്ങൾ രക്ഷപ്പെടുത്തണം. മനുഷ്യനും കല്ലുകളുമാണ് അവിടെ കത്തിക്കപ്പെടുന്നത്. അലൈഹാ മലായികത്തുൻ ഗിലാദുൻ ശിദാദ് ലാ യഅസൂനല്ലാഹ മാ അമറഹും വയഫ്അലൂന മാ യുഅ്മറൂൻ. പരുഷ സ്വഭാവികളായ കഠിന ഹൃദയരായ മലക്കുകളാണ് അതിന് കാവലായിട്ടുള്ളത്. അതുകൊണ്ട് നമ്മളിങ്ങനെ കിടന്ന് കരയും, ആർത്തു വിളിക്കും, അട്ടഹസിക്കും, നമ്മുടെ ദേഹത്തുനിന്ന് രക്തം വാർന്നൊഴുകും. പക്ഷെ അവർക്കൊരു മേഴ്സി, ഒരു കാരുണ്യ, ഒരു വാത്സല്യം, ഒരു സ്നേഹം, ഒരു സിമ്പതി ഉണ്ടാവില്ല. ഇപ്പൊ ഇവിടെ റോഡിൽ അപകടം ഉണ്ടായ ഈ പരിപാടി നോക്കും, നമ്മൾ നിർത്തിയിട്ട് ഓടൂലേ? എന്നാല്
ഈ കണ്ട നരകത്തിലുള്ള ഈ അപകടമൊക്കെ കണ്ടാലും അനങ്ങൂല. കാരണം അള്ളാന്റെ നിർദ്ദേശം പാലിക്കുകയാണ് അവർ ചെയ്യുന്നത്. മനസ്സിലായില്ലേ? അതുകൊണ്ട് ആ നരകത്തിൽ നിന്ന് കുടുംബത്തെ രക്ഷപ്പെടുത്തണം. നിസ്കരിക്കാത്ത ഹസ്ബൻഡിനെ കെട്ടിപ്പിടിച്ച് കിടന്നുറങ്ങാൻ പറ്റിയ പറഞ്ഞാല് ഭയങ്കര തൊലിക്കട്ടിയാണത്. മനസ്സിലായില്ലേ? സുബൈക്ക് പള്ളി പോവാത്ത ആൾക്ക് നല്ല ചൂടപ്പുണ്ടാക്കി കൊടുക്കുക പറഞ്ഞാല് നല്ലൊരു സ്നേഹം തന്നെയാണത്. വല്ലാത്തൊരു സ്നേഹം അല്ലേ? തന്റെ വീട്ടിൽ നിന്ന് തോന്നിയ ഡ്രസ്സുമായിട്ട് പുറത്തേക്ക് ഇറങ്ങുന്ന ആളുകള്, മക്കള്, അവരെ കാര്യം ശ്രദ്ധിക്കാതിരിക്കുക എന്ന് പറഞ്ഞാല് വല്ലാത്തൊരു മക്കളെ സ്നേഹം തന്നെയാണത്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളെ ഏൽപ്പിച്ച ബാധ്യതയാണ്. അതുകൊണ്ട് സഹോദരന്മാരെ, നമുക്ക് എല്ലാവർക്കും നരകത്തിൽ നിന്ന് രക്ഷപ്പെടണം. കാരണം എന്താ? നരകത്തിൽ ഒരു മുക്കി മുകളിൽ എടുത്തിട്ട് അള്ളാഹ് ചോദിക്കും, ദുനിയാവ് എങ്ങനെ ഉണ്ടായിരുന്നു? ദുനിയാവ് കഷ്ടപ്പാടായിരുന്നു പറയും. ആര്? ദുനിയാവ് കഷ്ടപ്പാടായിരുന്നു എന്ന് പറയുന്ന ആരറിയും? ഇവിടെ രാജകീയമായ ജീവിതം നയിച്ച ആൾക്കാര് ഒറ്റ മുക്കി ഒറ്റ മുക്കി മുകളിലേക്ക് എടുക്കുമ്പോ അവർ പറയുന്ന മറുപടിയാണത്. അപ്പൊ എത്ര രൂക്ഷമായിരിക്കും ആ നരകത്തിന്റെ ശിക്ഷ. അതുകൊണ്ട് രക്ഷപ്പെടണം. എന്താ വഴി? എഴുതിച്ചോളി, മനസ്സിലെഴുതി വെച്ചാൽ ഒരു 10 പോയിന്റ് പറയാൻ പാടില്ല. 10 ഇഷ്ടംപോലെ പോയിന്റ് ഉള്ള, പക്ഷെ നമ്മള് 10 പോയിന്റ് പറയും. അതിന്റെ ഇടയ്ക്ക് സമയമായ അവിടെ നിർത്തും. ബാക്കി നിങ്ങൾ പഠിച്ചോണ്ടി. ഒന്നാമത്തെ കാര്യം എന്താ? നിങ്ങള് ലക്ഷ്യബോധാണ്. ഈ റോട്ടിൽ ഒരാൾ വണ്ടി നിർത്തിയിട്ടേ എങ്ങോട്ടാ പോവണ്ട് എന്ന് ചോദിച്ചാൽ നിങ്ങൾ എന്താ പറയാ? എങ്ങോട്ടെങ്കിലും പോയിക്കോ അറിയും അല്ലേ? അയാൾ ഒരു സ്പെസിഫിക് പ്ലേസ് പറഞ്ഞാലല്ലേ നമുക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റുള്ളൂ റൂട്ട് അല്ലേ? ഇന്ന സ്ഥലത്തേക്ക് എങ്ങനെ പോകണം എന്ന് ചോദിച്ചാൽ നമുക്ക് റൂട്ട് പറഞ്ഞു കൊടുക്കാം. എവിടേക്കെങ്കിലും പോകുന്നവനെ സംബന്ധിച്ചിടത്തോളം എവിടേക്കെങ്കിലും പോയാൽ മതി. വണ്ടിയിൽ എണ്ണ ഉണ്ടോ? ഉണ്ട്. എന്നാ വിട്ടോ, നേരെ വിട്ടോ. അപ്പൊ നമ്മുടെ ചുറ്റുമുള്ള എല്ലാവർക്കും ലക്ഷ്യബോധം ഉണ്ടായിക്കൊണ്ടെന്നില്ല. മനസ്സിലായില്ലേ? നമ്മൾ ഫോളോ ചെയ്യുന്ന യൂട്യൂബർമാരും വ്ളോഗർമാരും നടീനടന്മാരും അവർക്കൊക്കെ ഒരു സ്പെസിഫിക് എയിം, അത് സ്വർഗം എന്നൊരു ലക്ഷ്യമുണ്ട് എന്ന് നമുക്ക് പറയാൻ പറ്റൂല. അതുകൊണ്ട് ഓന്റെ മുടി കണ്ടിട്ട് നമ്മൾ മുടിമ കളിക്കാൻ, ഓന്റെ ഡ്രസ്സ് കണ്ടിട്ട് നമ്മൾ ഡ്രസ്സുമ കളിക്കാൻ, ഓൻ കാണിച്ചു കൂട്ടുന്നത് കണ്ടിട്ട് നമ്മൾ അതിനനുസരിച്ച് വേഷം കെട്ടാൻ നിന്നാല് നമ്മൾ ലക്ഷ്യം തെറ്റും. അതുകൊണ്ട് ഫസ്റ്റ് വേണ്ടത് ലക്ഷ്യബോധമാണ്. ലക്ഷ്യബോധം. എന്താ ലക്ഷ്യം? സ്വർഗത്തിൽ കവിഞ്ഞൊരു ലക്ഷ്യം നമ്മളെ സംബന്ധിച്ചിടത്തോളം അല്ല. കാരണം എന്താ? ഖുർആൻ പറയാ, സുയ്യിന ലിന്നാസ് ഹുബ്ബു ശഹവാതി മിനൻ നിസാ والبنين والقناطير المقنطرة من الذهب والفضة والخيل المسومة والأنعام والحرث ذلك متاع الحياة الدنيا والله عنده حسن المآب. നമ്മളൊക്കെ ഒരു പ്രകൃതം. നമുക്ക് മക്കളോട് ഭയങ്കര ഇഷ്ടമാണ്, സ്ത്രീകളെ ഭയങ്കര ഇഷ്ടമാണ്, നമ്മുടെ സമ്പത്തിനോട് ഭയങ്കര ഇഷ്ടമാണ്, നമ്മുടെ വീടിനോട്, നമ്മുടെ ഭൗതിക സൗകര്യങ്ങളോട് ഭയങ്കര ഇഷ്ടം. അതുകൊണ്ടല്ല നിങ്ങൾ റേഷൻ കടന്റെ മുമ്പിൽ എത്ര നേരം ആൾക്കാർ ക്യൂ നിൽക്കുമല്ലോ, പാസ്പോർട്ട് ഓഫീസിന് മുമ്പിൽ ക്യൂ നിൽക്കുമല്ലോ, ഫുട്ബോൾ കാണാൻ നട്ടപ്പാതിരിക്ക് എണീറ്റിട്ട് 3 മണിക്കൊക്കെ. എന്തൊരു ജിഹാദാലോ അവരൊക്കെ. എന്നിട്ട് അവന് രാത്രി ഉറങ്ങിയിട്ട് 5 മണിക്ക് 5:30 സുബൈക്ക് എണീക്കാൻ വയ്യ. എന്നോ 2 മണിക്കോ 1 മണിക്കൊക്കെ യാത്രക്ക് വേണ്ടി. ഫ്ലൈറ്റ് എപ്പോഴാ? 4 മണിക്ക്. എപ്പോ പോണം? 1 മണിക്ക് അവിടെ എത്തണം. അപ്പൊ അന്ന് രാത്രി ഉറക്കണ്ടോ? ഓന് പരാതി ഉണ്ടോ ഉറങ്ങിയില്ലാന്ന്? ഇല്ല. കാരണം എന്താ? ഓന് പോണം, ഓൻ ലക്ഷ്യബോധമുണ്ട്. ദുനിയാവിന്റെ കാര്യത്തിൽ ഓനൊരു പ്രശ്നമില്ല. എത്രയും അധ്വാനിക്കാൻ, എത്രയും വിയർക്കാൻ, എത്രയും സമയം ചെലവാക്കാൻ, എത്രയും പൈസ ചെലവാക്കാൻ ഒരു മടിയില്ല. ആ പള്ളിയിൽ നിന്ന് ഖുത്ബ കഴിഞ്ഞിട്ട് ഇങ്ങനെ ഇറങ്ങുമ്പോ ഒരു ബക്കറ്റ് ഉണ്ടാവും, അതിൽ എത്ര ഉറുപ്പിക ഇടും? മിനിമം നമ്മളെ ഫോണിൽ റീചാർജ് ചെയ്യാൻ എത്ര ഉറുപ്പിക വേണം? വീട്ടിലത്തെ 3 ആൾക്ക് റീചാർജ് ചെയ്യാൻ തന്നെ വേണം 1000-ന്റെ മുകളിൽ വേണ്ടേ? 1 മാസത്തിന് റീചാർജ് ചെയ്യാൻ. ദുനിയാവിന്റെ കാര്യത്തിന് എത്രയാലും കുഴപ്പമില്ല. പക്ഷെ അള്ളാഹു സുബ്ഹാനഹു വ തആല പറയണ എന്തറിയോ? മനുഷ്യൻ അവന്റെ സ്ത്രീയോട്, അവന്റെ ഇണയോട്, മക്കളോട്, സമ്പത്തിനോട്, സൗകര്യങ്ങളോട്, വാഹനങ്ങളോട്, അവന്റെ കൃഷിയിടത്തോട്, ഇതിനോടൊക്കെയാണ് അവൻ അലങ്കാരമാക്കി കൊടുത്തിരിക്കുന്നത്, ഇതിനോടൊക്കെയാണ് അവന് പിരിശമുള്ളത്. ഇതൊക്കെ ദുനിയാവിന്റെ താൽക്കാലിക വിഭവങ്ങൾ മാത്രമാണ്. അള്ളാന്റെ അടുത്താണ് ഏറ്റവും നല്ല മടക്കസ്ഥാനമുള്ളത്.
മടങ്ങിച്ചെല്ലാൻ ഏറ്റവും നല്ല സ്ഥലമുള്ളത് അള്ളാന്റെ അടുത്താണ്. ഖുൽ നബിയെ പറയുക, അഉനബ്ബിഉകും ബിഖൈരിൻ മിൻ ദാലികും ലില്ലദീന തഖൗ ഇൻദ റബ്ബിഹിം جنات تجري من تحتها الأنهار خالدين فيها وأزواج مطهرة ورضوان من الله والله بصير بالعباد قل നബിയെ പറയുക, അഉനബ്ബിഉകും ഞാൻ നിങ്ങൾക്ക് അറിയിച്ചു തരട്ടെയോ? എന്താ അറിയിച്ചു തരണേ? ബിഖൈരിൻ മിൻ ദാലികും ഇവിടുത്തെ വേഷഭൂഷാദിയേക്കാൾ, ഇവിടുത്തെ സമ്പത്തിനേക്കാൾ, ഇവിടുത്തെ സൗകര്യത്തെക്കാൾ, ഇവിടുത്തെ സുഖത്തേക്കാൾ, ഇവിടുത്തെ സമാധാനത്തെക്കാൾ, ഇവിടുത്തെ സ്ത്രീയേക്കാൾ, ഇവിടുത്തെ പുരുഷനേക്കാൾ, ഇവിടുത്തെ മക്കളേക്കാൾ, ഇവിടുത്തെ വിഭവങ്ങളെക്കാൾ ഏറ്റവും ഖൈറായത് ഞാൻ നിങ്ങൾക്ക് പഠിപ്പിച്ചു തരട്ടെയോ? എന്താണ് ഇതിനേക്കാൾ ഖൈറായിട്ടുള്ള ഒന്ന്? ലില്ലദീന തഖൗ ഇൻദ റബ്ബിഹിം പടച്ച റബ്ബിനെ ഭയന്ന് ജീവിക്കുന്ന ആളുകൾക്ക് അവരുടെ റബ്ബിന്റെ അടുക്കലുണ്ട് ജന്നാത്തു തജ്രീ മിൻ തഹ്തിഹൽ അൻഹാർ താഴ്ഭാഗത്തുകൂടെ അരുവികൾ ഒഴുകുന്ന സ്വർഗത്തോപ്പുകൾ അവർക്കുണ്ട്. യുദ്ധത്തിൽ മരിച്ചു കിടക്കുന്ന ഒരു മകനെ കുറിച്ച് ഉമ്മ വന്നിട്ട് നബിയോട് ചോദിക്കുക, നബിയെ എന്റെ മകന് ജന്നത്തുണ്ടോ? അപ്പൊ റസൂലുള്ള ഉമ്മനോട് പറഞ്ഞു, നിങ്ങളെ മകന് ജന്നത്തില്ല, പിന്നെന്താ ഉള്ളത്? ജന്നാത്ത്, സ്വർഗത്തിലെ വിവിധങ്ങളായ തോട്ടങ്ങളിലാണ്. നമുക്കറിയാം അവസാനം സ്വർഗത്തിൽ പോകണമെന്ന് അള്ളാഹ് കൊടുക്കണം എന്താണ്? ആകാശഭൂമികൾക്കിടയിലുള്ള അത്രയും സ്ഥലമാണ്. നിങ്ങൾക്ക് എത്ര സെന്റ് ഉണ്ട്? എനിക്ക് 12 സെന്റ് ഉണ്ട്. നിങ്ങൾക്ക് എത്ര ഉണ്ട്? അള്ളാഹ് അവസാനം സ്വർഗത്ത് പോണോന് കൊടുക്കുന്ന എന്താ നിങ്ങള്? ആകാശഭൂമികൾക്കിടയിലുള്ള അത്രയും സ്ഥലം. നീ ഇച്ഛിക്കുന്നത് ആശിക്കുന്നത് എല്ലാം ഇവിടെയുണ്ട്, അടിച്ചു പൊളിച്ച് ജീവിച്ചോ. ആർക്ക്? ഏറ്റവും ലാസ്റ്റ് സ്വർഗത്ത് പോണവനെ പടച്ചോൻ വെച്ചതാണ്. ജന്നാത്ത് തോട്ടങ്ങളാണ്. തജ്രീ മിൻ തഹ്തിഹൽ അൻഹാർ ഖാലിദീന ഫീഹാ താഴ്ഭാഗത്തുകൂടെ അരുവികൾ ഒഴുകുന്ന സ്വർഗത്തോപ്പുകളാണ്. ഖാലിദീന ഫീഹാ അവർ അതിൽ നിത്യവാസികളായിരിക്കും. അവർക്ക് രോഗമില്ല, വിഷമമില്ല. ആരെങ്കിലും വന്ന് നിങ്ങൾ ഇന്ത്യക്കാരല്ല, പുറത്തു പോയിക്കോളി, പാകിസ്ഥാനിൽ പോയിക്കോളി എന്നാരും പറയാൻ വരൂല. എല്ലാവരും നിത്യവാസികളാണ്. കിട്ടിയതെല്ലാം നിത്യമാണ്, നിതാന്തമാണ്, എല്ലാം വർദ്ധിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ശുദ്ധകളായിട്ടുള്ള ശുദ്ധവാന്മാരായിട്ടുള്ള ഇണകളാണ് അവിടെ. വിയർപ്പിന്റെ ഗന്ധമില്ല, വായ്നാറ്റമില്ല, ജലദോഷമില്ല, ഹൈലില്ല, നിഫാസില്ല, ഇസ്തിഹാദത്തില്ല. ഏതെങ്കിലും തരത്തിൽ അശുദ്ധമായിട്ടുള്ള, മ്ലേച്ഛമായിട്ടുള്ള, ഉപദ്രവമായിട്ടുള്ള ഒരു കാര്യവും അവിടെ ബാധിക്കാത്ത വിധത്തിൽ ശുദ്ധരായ ഇണകളാണ് അവിടെ ഉള്ളത്. വരിദ്വാനും മിനല്ലാഹ് അള്ളാഹുവിന്റെ തൃപ്തി. അതാണ് സ്വർഗം. എന്താ? അള്ളാന്റെ കോപമാണ്. കോപം, സ്വർഗം അള്ളാന്റെ കോപാണ്. ദാളിക്കത്തും, മനസ്സിലായില്ലേ? സോറി, നരകം അള്ളാന്റെ കോപമാണ്. എന്നാൽ സ്വർഗം എന്താണ്? സ്വർഗം എന്താണ്? അള്ളാഹുവിന്റെ തൃപ്തിയാണ്. നരകം അള്ളാന്റെ കോപാണെങ്കിൽ സ്വർഗം അള്ളാന്റെ തൃപ്തിയാണ്. സ്വർഗത്തിലെ ഏറ്റവും വലിയ നിഅമത്ത് എന്താ അറിയോ? അള്ളാനെ കാണലാണ്. അള്ള വരും, എന്നിട്ട് ചോദിക്കും, നിങ്ങൾ ആരെ കാത്തിക്കണേ? പടച്ചോനെയാണ് അറിയും. പടച്ചോനെ നിങ്ങൾ കണ്ടുകണോ ചോദിക്കോ? ഇല്ല പടച്ചോനെ കണ്ടിട്ടില്ല. പിന്നെ നിങ്ങൾക്ക് മനസ്സിലാവുക? പടച്ചോനെ എങ്ങനെ കണ്ടാ മനസ്സിലാവുക? അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുണ്ട്, അവന്റെ കണങ്കാല് വെളിവാക്കുന്ന ദിവസമാണ് പരലോകം. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല അവന്റെ മുന്നിലെ മറ നീക്കും. വിശ്വാസികൾ മുഴുവൻ അള്ളാഹുവിനെ കണ്ണ് നിറയെ കാണും. സുഹൃത്തുക്കളെ, വായു നൽകിയ, വെള്ളം നൽകിയ, നമ്മളാക്കിയ പടച്ചോൻ അല്ലെ? ജന്മം തന്ന ഉമ്മാനെ കണ്ടില്ലെങ്കിൽ എത്ര ബുദ്ധിമുട്ടുണ്ടാവും. വയനാട് ജോലിക്കാരെ, കച്ചവടക്കാരെ നമ്മളൊരു മീറ്റിംഗ് വിളിച്ചിരുന്നു. അപ്പൊ ഒരാളിങ്ങനെ മിണ്ടാണ്ടിരിക്കുകയാണ്. അപ്പൊ നമ്മൾ ചോദിച്ചു, നിങ്ങൾക്ക് നഷ്ടപ്പെട്ടൊക്കെ ഒന്ന് പറയാറുണ്ട്. അപ്പൊ മൂപ്പര് എന്റെ കടയ്ക്ക് ഒഴിച്ചു പോയാണ്, പക്ഷെ അതിനേക്കാൾ എനിക്ക് വലിയ നഷ്ടം എന്റെ ഉമ്മാനെപ്പോഴും കിട്ടിയിട്ടില്ല. മനസ്സിലായില്ലേ? ഒരാഴ്ചയായി എന്റെ ഉമ്മാനെ എനിക്ക് ഇപ്പോഴും കിട്ടിയിട്ടില്ല. എന്റെ ഉമ്മാനോട് ഇത്ര വലിയൊരു ഇഷ്ടം, ഉപ്പനോട് ഇത്ര വലിയൊരു ഇഷ്ടം, മക്കളോട് ഇത്ര വലിയൊരു ഇഷ്ടം. എന്നാൽ ഇതിനെല്ലാം മേലെയല്ലേ പടച്ചോൻ? ആ പടച്ച റബ്ബ് സുബ്ഹാനഹു വ തആല മറ നീക്കും, സ്വർഗത്തിൽ വരും. എന്നിട്ട് പറയും, ഉഹില്ല അലൈക്കും റിദ്വാനി
വലാ അസ്ഖതു അലൈക്കും അബദാ, ഇനി നിങ്ങളോട് ഒരിക്കലും ഞാൻ കോപിക്കൂല, പൂർണ്ണ സന്തോഷത്തോടെ സമാധാനത്തോടെ നിങ്ങൾ ജീവിച്ചോളി എന്ന് പറയും. ഈ സ്വർഗമാണ് സുഹൃത്തുക്കളെ നമുക്ക് വേണ്ടത്. ഈ സ്വർഗം നമ്മുടെ നിയ്യത്താക്കണം, അജണ്ടയാക്കണം, ലക്ഷ്യമാക്കണം. ഇന്നല്ലദീന ലാ യർജൂന ലിഖാഅനാ വറദൂ ബിൽ ഹയാത്തിദ് ദുനിയാ വത്മഅന്നു ബിഹാ വല്ലദീന ഹും അൻ ആയാതിനാ ഗാഫിലൂൻ. അല്ലാഹനെ കണ്ടുമുട്ടാൻ ആഗ്രഹിക്കാത്തവര്, നമുക്ക് ദുനിയാവിൽ ജീവിച്ചിട്ട് കൊതി തീർന്നിട്ടില്ല. വറദൂ ബിൽ ഹയാത്തിദ് ദുനിയാ, ദുനിയാവിലുള്ള സൗകര്യങ്ങളിൽ അവർ തൃപ്തിയടഞ്ഞ് ജീവിക്കുകയാണ്. വത്മഅന്നു ബിഹാ, ഈ ദുനിയാവിന്റെ എന്റർടൈൻമെന്റിലാണ് അവരുള്ളത്. ഇതിന്റെ സൗന്ദര്യത്തിലും ഇതിന്റെ സുഖത്തിലും അവരിങ്ങോട്ട് കുനിഞ്ഞു പോയിരിക്കുകയാണ്. അതിനിങ്ങോട്ട് ആസ്വദിച്ച് എല്ലാം കിട്ടി എന്നുള്ള നിലക്കാണ് അവർ ജീവിക്കുന്നത്. അള്ളാഹുവിന്റെ ആയത്തുകൾ അവഗണിച്ച് ജീവിക്കുന്ന ആളുകൾ, അവർക്ക് ചെന്ന് ചേരാനുള്ള നരകാണ്. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? അള്ളാഹനെ കണ്ടുമുട്ടാൻ ആഗ്രഹിച്ച് സ്വർഗം നേടണമെന്നത് നിയ്യത്താക്കി ലക്ഷ്യം വെച്ച് മുന്നോട്ട് പോകണം. അപ്പൊ നമ്മൾ എല്ലാരെയും പോലെയല്ല, മനസ്സിലായില്ലേ? ക്ലാസ്സിലെ 40 കുട്ടികളിൽ ഒരുത്തൻ നന്നായിട്ട് പഠിക്കുന്നുണ്ട്. അപ്പൊ അവനോട് ചോദിച്ചു, മോനെ എന്താ നീ ഇങ്ങനെ നന്നായിട്ട് പഠിക്കാൻ കാരണം? എനിക്കൊരു ലക്ഷ്യമുണ്ട്, അതാണ്. ബാക്കിയുള്ളവർക്കൊക്കെ എന്തേ പറ്റി? സെയിം ക്ലാസ് കിട്ടുന്നുണ്ടല്ലോ അവർക്കൊക്കെ, നോട്ടൊക്കെ ഉണ്ട്, ടെസ്റ്റൊക്കെ ഉണ്ട്, സെയിം ക്ലാസ് അവർക്കും കിട്ടുന്നുണ്ട്. എല്ലാവർക്കും ഇൻഡിവിജ്വൽ അറ്റൻഷൻ കൊടുക്കുന്നുണ്ട്. എന്താ അവർ പഠിക്കാത്ത? ഓന് വേണമെന്നില്ല. നിങ്ങൾ പറയില്ലേ, വായിച്ചോ പഠിച്ചോ എഴുതിക്കോ. അത് അവൻ തന്നെ പഠിക്കണം, എഴുതണം, വായിക്കണം എന്ന് സ്വമേധയാൽ ബോധം ഉണ്ടെങ്കിൽ നമ്മൾ പറയേണ്ടി വരുമോ? ഇല്ല. അപ്പൊ ലക്ഷ്യബോധമാണ് ദുനിയാവിന്റെ കാര്യത്തിൽ തന്നെ പ്രധാനമെങ്കിൽ പരലോകത്തിന്റെ കാര്യത്തിൽ എത്ര പ്രധാനമാണ്. അതുകൊണ്ട് ലക്ഷ്യം സ്വർഗമാക്കുക. മൻ കാനത്തിൽ ആഖിറതു ഹമ്മുഹു ജമഅ അല്ലാഹു ശംലഹു വജഅല ഗിനാഹു ഫീ ഖൽബിഹി വഅതത്ഹു ദുനിയാ വഹിയ റാഗിമാ. ആരുടെയെങ്കിലും ഉദ്ദേശം സ്വർഗമായാൽ പടച്ച റബ്ബ് സുബ്ഹാനഹു വ തആല അവന്റെ കണ്ണിന്റെ മുന്നിൽ ധന്യത ഇട്ടു കൊടുക്കും. ഹൃദയം ഭയങ്കര ഹാപ്പി ആയിരിക്കും. മനസ്സിലായില്ലേ? പരലോകം ലക്ഷ്യം വെച്ച ഹൃദയം ഭയങ്കര ഹാപ്പി ആയിരിക്കും. അവന്റെ എല്ലാ കാര്യങ്ങളും അല്ലാഹു എളുപ്പാക്കി കൊടുക്കും. കാരണം അവനെ കൂടുതൽ ദീനിന്റെ കാര്യത്തിൽ തിരിച്ചുവിടാൻ വേണ്ടിയിട്ട് അവന്റെ ദുനിയാവൊക്കെ അല്ലാഹു എളുപ്പാക്കും. ദുനിയാവ് തേടി അവൻ അങ്ങോട്ട് പോകണ്ട, ദുനിയാവ് തേടി ഇങ്ങോട്ട് വരും. മനസ്സിലായില്ലേ? എന്ത് ചെയ്യണം? ആഖിറം ലക്ഷ്യം വെച്ചാല് പരലോകത്ത് സ്വർഗം കിട്ടും, ദുനിയാവിൽ ബർക്കത്തും കിട്ടും. 2 നേട്ടാണ്. ഒന്നാമത്തത് ലക്ഷ്യം. രണ്ടാമത്തെ എന്താ നിങ്ങള് സ്വർഗത്ത് പോകണമെന്ന് ആഗ്രഹിച്ച പലർക്കും സംഭവിച്ചെന്തറിയോ? എന്താണ്? സ്വർഗത്തിലേക്ക് പോകാനുള്ള വഴി അറിയില്ല എന്നല്ല. സ്വർഗത്തിലേക്ക് പോകാനുള്ള വഴി ഏതാ? ഖുർആനും സുന്നത്തുമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ എന്തിനാ വന്നത്? ദീന് പഠിപ്പിക്കാൻ, മാതൃക കാണിക്കാൻ, അള്ളാഹുവിനെ കുറിച്ച്, പരലോകത്തെക്കുറിച്ച്, സ്വർഗത്തെക്കുറിച്ച്, നരകത്തെക്കുറിച്ച്, വിശ്വാസത്തെക്കുറിച്ച്, കർമ്മത്തെക്കുറിച്ച്, ആചാരത്തെക്കുറിച്ച്, അനുഷ്ഠാനത്തെക്കുറിച്ച് എല്ലാം പഠിപ്പിക്കാൻ. ബുഇസ്തു, ഞാൻ നിയോഗിക്കപ്പെട്ടിരിക്കുന്നത് എന്തിനാണ്? ലിഉതമ്മിമ മകാരിമൽ അഖ്ലാഖ്, എല്ലാ സൽസ്വഭാവങ്ങളും പൂർത്തീകരിച്ച് ചെയ്ത് കാണിച്ചു തരാനാണ് ഞാൻ നിയോഗിക്കപ്പെട്ടത്. ഇപ്പൊ സ്വർഗത്തുക്കുള്ള വഴി ഏതാ? ചില ആൾക്കാർ പറയാം നമ്മളെ ബാപ്പന്റെ വഴി, ഉമ്മന്റെ വഴി, വല്യുപ്പന്റെ വഴി, പരമ്പരാഗത വഴി ആണോ? അതന്നെയല്ലേ ഫിർഔനും പറഞ്ഞത്? ഫമാ ബാലുൽ ഖുറൂനിൽ ഊലാ. മൂസാ, നീ ഈ പറയുന്നത് പോലെ ആകാശഭൂമികളുടെ റബ്ബിനെയാണ് ആരാധിക്കേണ്ടതെങ്കിൽ ഫമാ ബാലുൽ ഖുറൂനിൽ ഊലാ, മരിച്ചുപോയ നമ്മുടെ പ്രപിതാക്കളുടെ അവസ്ഥ എന്താണ് മൂസാ? ഖാല ഇൽമുഹാ ഇൻദ റബ്ബി ഫീ കിതാബിൻ. മൂസാ നബി പറഞ്ഞു അതിന്റെ അറിവൊക്കെ അള്ളാന്റെ അടുത്താണ്, അതൊന്നും നോക്കാൻ നമ്മളോട് പറഞ്ഞിട്ടില്ല. അപ്പൊ നമ്മളോട് പറഞ്ഞോ നമ്മുടെ കാരണവന്മാരുടെ മാർഗം പിൻപറ്റാൻ പറഞ്ഞോ? ആര് പറഞ്ഞു? അങ്ങനെയെങ്കിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അവിടുത്തെ കുടുംബത്തിലെ ആളുകൾ, അവരൊക്കെ എവിടെ ഉണ്ടായിരുന്നു? എളാപ്പ, മൂത്താപ്പ, വല്യുപ്പ, ഉപ്പ, ഉമ്മ, ഇവരൊക്കെ എവിടെ ഉണ്ടായിരുന്നു? സുഹൃത്തുക്കളെ, സ്വർഗത്തുക്കുള്ള വഴി പഠിപ്പിക്കാനാ റസൂലുള്ള വന്നത്. ഇതുപോലത്തെ സ്റ്റേജ് കെട്ടിയിട്ട് ഓരോരുത്തർ തോന്നണ ഇങ്ങനെ പറയാ, എന്നിട്ട് ഇതാണ് ഇസ്ലാം എന്ന് പറയാ. ഒരുത്തൻ പറഞ്ഞ് ഗാന്ധിജി സ്വർഗത്തിലായിരിക്കും. ഞാൻ പഠിച്ചിട്ട് എനിക്കതാ മനസ്സിലായത്. ഓരോരുത്തർക്കും തോന്നണ പറയാൻ എങ്ങനെ വിട്ടേക്കാൻ നമ്മളെ പഠിച്ചവൻ? അല്ല, സ്വർഗത്തിക്കുള്ള വഴി ക്ലിയർ ആണ്, ക്ലിയർ ആണ്. അതിലൊരു ക്ലാരിഫിക്കേഷനും ഇല്ല. തറക്തുകും അലൽ മഹജ്ജത്തിൽ ബൈദാ,
ലൈലുഹാ കനഹാരിഹാ ലാ യസീഗു അൻഹാ ഇല്ലാ ഹാലിക്. ഒരു വെളുത്ത പ്രതലത്തിലാണ് ഞാൻ നിങ്ങളെ വിട്ടേച്ചു പോകുന്നത്. അതിന്റെ രാവ് പോലും പകലിനേക്കാൾ പ്രശോഭിതമാണ്. ലൈറ്റ്ഫുൾ ആണ് ഇസ്ലാമിന്റെ വഴി. ആ വഴിയതാ ഖുർആന്റെ സുന്നത്തിന്റെ വഴിയാ. ഈ ശബ്ദം ശ്രവിക്കുന്നവരെ അള്ളാഹുവിന്റെ പ്രവാചകൻ ഈ ലോകത്തോട് വിട പറയുമ്പോ എന്താ പറഞ്ഞത്? തറക്തു ഫീകും അംറൈൻ ലൻ തദില്ലു മാ തമസ്സക്തും ബിഹിമാ കിതാബല്ലാഹ് വസുന്നത റസൂലിഹി. ദാ രണ്ട് സാധനം ഞാൻ വിട്ടേച്ചു പോവാണ്. അതിനങ്ങൾ മുറുകെ പിടിച്ചോ, നിങ്ങൾ പിഴക്കൂല. കാരണം അതിന്റെ ഒരറ്റം പടച്ചോന്റെ അടുത്താണ്, മറ്റേ അറ്റം നിങ്ങളെടുത്താണ്. നിങ്ങൾ അതിമ മുറുക്കെ പിടിച്ചോളൂ. واعتصموا بحبل الله جميعا ولا تفرقوا. അല്ലാഹുവിന്റെ പാശത്തെ നിങ്ങൾ മുറുകെ പിടിച്ചോളി, ഖുർആനെ സുന്നത്തിനെ മുറുകെ പിടിച്ചോളി. അപ്പൊ നമ്മൾ ജീവിച്ചിങ്ങനെ പോകുമ്പോ ഇങ്ങനെ ചില ആൾക്കാരുണ്ട്, എന്ത് ഈ മുസ്ലിം സംഘടനകൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും കടിച്ച് കീറി നടക്കുകയാണല്ലോ. എല്ലാവർക്കും ഒരേ ഖുർആനും ഒരേ സുന്നത്തും തന്നെയാണ് തെളിവ്. എന്തപ്പോ ഇങ്ങനെയൊക്കെ ആയാൽ നമ്മൾ ചെയ്യാം. നമുക്കിപ്പോ ചെയ്യാൻ പറ്റണ എന്താ വെച്ച് കഴിഞ്ഞാൽ ഓല ലോകത്ത് ജീവിക്കട്ടെ, നമുക്ക് നമ്മളെ കാര്യത്തുകൾ തിരിയാം എന്ന് വിചാരിച്ചിട്ട് കുറച്ച് നിഷ്കളങ്കരായ ആൾക്കാര് ദീനും മാണ്ടാറാണ്ട് ദുനിയാവുക്കണ ഇറങ്ങിയേക്കാണ്. സുഹൃത്തെ, അള്ളാന്റെ റസൂല് പറഞ്ഞതാണ്, എന്താ അറിയോ? മയ്യഇശ് മിൻകും ബഅദീ, എനിക്ക് ശേഷം നിങ്ങൾ ജീവിച്ചിരിക്കുകയായാൽ വസയറ ഇഖ്തിലാഫൻ കസീറാ, ധാരാളം അഭിപ്രായ വ്യത്യാസങ്ങൾ നിങ്ങൾ കാണും. അപ്പൊ എന്താ ചെയ്യാ? ഇവിടെയും പ്രശ്നമാണ്, അവിടെയും പ്രശ്നമാണ്, അവിടെയും പ്രശ്നമാണ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ വേറെ വഴിക്ക് പോവാ ആണോ? അലൈക്കും ബിസുന്നതി, അപ്പോൾ നിങ്ങൾ എന്റെ സുന്നത്തിനെ മുറുകെ പിടിക്കണം. വസുന്നത്തുൽ ഖുലഫാഇർ റാഷിദീനൽ മഹ്ദിയീൻ, എന്റെ ഖുലഫാഉർ റാഷിദീങ്ങളുടെ സുന്നത്തിനെ നിങ്ങൾ പിൻപറ്റണം. അപ്പൊ എന്താ അറിയുന്നത്? ഖുർആനും സുന്നത്തുമാണ് സ്വർഗത്തിക്കുള്ള വഴി. അപ്പൊ ഈ പറയുന്ന ആൾക്കാരൊക്കെ ഖുർആനും സുന്നത്തും തന്നെയല്ലേ പറയുന്നത്? അതെ. അപ്പൊ എന്താണ് ആ വഴി? എങ്ങനെയാ ഖുർആനും സുന്നത്ത് സ്വീകരിക്കേണ്ടത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബത്തും എങ്ങനെയാണോ സ്വീകരിച്ചത് അങ്ങനെ സ്വീകരിക്കണം. അതാണ് ഫിർഖത്തുൻ നാജിയ. റസൂലുള്ളാഹി പറയാണ്, ജൂത ക്രൈസ്തവർ 71 72 കക്ഷികളായി ഭിന്നിച്ചു. സതഫ്തരിഖു ഉമ്മത്തി അലാ 73 ഫിർഖ, എന്റെ ഉമ്മത്ത് 73 കക്ഷികളായിട്ട് ഭിന്നിക്കും. ഭിന്നിക്കുന്ന പറഞ്ഞ നബി അല്ല, ഭിന്നിക്കുന്നു. മനസ്സിലായി? ഭിന്നിക്കുന്ന റസൂൽ പറഞ്ഞ്. എന്നിട്ട് ആരാ വിജയിക്കുക? കുല്ലുഹും ഫിന്നാർ, എല്ലാവരും നരകത്തിലാണ്. ഇല്ലാ വാഹിദ, ഒരു വിഭാഗം ഒഴികെ ബാക്കി എല്ലാവരും നരകത്തിലാണ്. സ്വഹാബത്ത് ചോദിച്ചില്ല, നബിയെ ആരാണ് ആ നരകത്തിൽ പോകുന്നവര് എന്ന് ചോദിച്ചില്ല. ആ സ്വർഗത്തിൽ പോകുന്ന ഒരു വിഭാഗം ആളുകൾ ആരാണ് നബിയെ? റസൂൽ പറഞ്ഞു, മാ അന അലൈഹിൽ യൗമ വഅസ്ഹാബി, ഞാനും എന്റെ സ്വഹാബത്ത് എവിടെയാണോ നിന്നത് അവിടെ നിൽക്കുക. അപ്പൊ അള്ളാഹ് എവിടെയാ? നബി എന്താ പറഞ്ഞ? അള്ളാഹ് എവിടെയാണ്? അവിടെ നിൽക്കുക. മനസ്സിലായില്ലേ? അള്ളാഹിനെ കുറിച്ച്, റസൂലിനെ കുറിച്ച്, ദീനിനെ കുറിച്ച്, വിശ്വാസത്തെക്കുറിച്ച്, കർമ്മത്തെക്കുറിച്ച്, സ്വഭാവത്തെക്കുറിച്ച്, ആചാരത്തെക്കുറിച്ച്, സകല മേഖലകളെ കുറിച്ചും അള്ളാഹ് റസൂൽ എന്തോ പറഞ്ഞോ അവിടെ നിൽക്കുക. വമാ ആതാകുമുർ റസൂലു ഫഖുദൂഹു വമാ നഹാകും അൻഹു ഫൻതഹൂ. റസൂലുള്ളാഹി എന്ത് കൊണ്ടുവന്നോ അതിന് സ്വീകരിക്കുക. റസൂലുള്ളാഹി എന്ത് വിലക്കിയോ അതിനെ മാറ്റിവെക്കാം. അപ്പൊ രണ്ടാമത്തെ കാര്യം എന്താണ്? സ്വർഗ വഴിയെ കുറിച്ചുള്ള പഠനം. സ്വർഗ വഴി ഏതാ? ഖുർആനും സുന്നത്തുമാണ്. അപ്പൊ ഖുർആനെ കുറിച്ച് സുന്നത്തിനെ കുറിച്ചും നമ്മൾ പഠിക്കാം. ഈ കൂട്ടത്തിൽ എത്ര ആളുണ്ട് പഠിക്കണവര്? നമ്മൾ മക്കളോട് പറയില്ലേ പഠിച്ചോ എന്ന്? നമ്മളോ? ഇമാം അഹ്മദ് ബിൻ ഹംബൽ, അദ്ദേഹത്തിന്റെ കയ്യിൽ എപ്പോഴും ഒരു പുസ്തകം, ഒരു എഴുത്തു പലകയും അതുപോലെ തന്നെ ഒരു ഇതുണ്ടാവുമായിരുന്നു, എഴുതാനുള്ള കോലും. ചോദിച്ചു അദ്ദേഹത്തോട്, എത്ര കാലങ്ങൾ പഠിക്കാം? പറഞ്ഞു, ഖബറിടം സന്ദർശിക്കുന്നവരേക്കും പഠനാണ്. നമ്മുടെ നാട്ടിൽ പഠിക്കാനൊരു സമയം അല്ലേ? 10ാം ക്ലാസ് ഇനി പോകണില്ല, ഇനി ജോലിക്ക് പോവാണ്. പണ്ടൊക്കെ ഉംറ അടിച്ചിട്ട് കയറില്ലേ? ഇനി അതോടുകൂടി ഓന്റെ കഴിഞ്ഞ് 8ാം ക്ലാസ്സോട് ഓന്റെ പഠനം കഴിഞ്ഞ്, 10ാം ക്ലാസ്സോട് ഓന്റെ പഠനം കഴിഞ്ഞ്. ഇപ്പോഴാണ് കുടുംബിനികളൊക്കെ പഠിച്ച് കുറെ ഡിഗ്രിയും PG ഒക്കെ നേടിയിട്ട് ഭയങ്കര അക്കാഡമിക് ക്വാളിഫൈഡ് ആയിട്ട് ചോറുണ്ടാക്കാൻ തുടങ്ങിക്കൊണ്ടിരിക്കണം. ഇപ്പൊ
വയസ്സ് കുറെ ആയാലും പഠിച്ചുകൊണ്ടിരിക്കാം. ഇതേ ടെൻഡൻസി ദീനിന്റെ കാര്യത്തിൽ നമുക്കുണ്ടാവും. പഠിക്കണം. അറിയോ സുഹൃത്തുക്കളെ, ഫാത്തിഹയുടെ അർത്ഥം പോലും അറിയോ? മുസ്ലിം ഉമ്മത്തിന് അറിയോ? 17 തവണ നിർബന്ധപൂർവ്വം ചെല്ലാണ് ഫാത്തിഹ. അറിയോ? എന്താ വ്യാഖ്യാനം, എന്താ വിശദീകരണം? വിശ്വാസകാര്യം അറിയോ? ലാ ഇലാഹ ഇല്ലല്ലാഹ് അറിയോ? മുഹമ്മദ് റസൂൽ അറിയോ? നിസ്കാരത്തിന്റെ ഷർത്തുകൾ അറിയോ? റുക്നുകൾ അറിയോ? വാജിബ് അറിയോ? സുന്നൻ അറിയോ? പഠിക്കണ്ടേ? എപ്പം എപ്പോ പഠിക്കും? ഇപ്പൊ പഠിക്കും. എങ്ങനെ പഠിക്കും? ഇഷ്ടം പോലെ മാർഗാണ്. മനസ്സിലായില്ലേ? ഇഷ്ടം പോലെ മാർഗം. പീസ് റേഡിയോ തന്നെ ഇഷ്ടം പോലെ കോഴ്സ് ഉണ്ട്. അത് ഓപ്പൺ ചെയ്ത് വെച്ചാൽ ഇഷ്ടം പോലെ അറിവ് കിട്ടും. പച്ച മലയാളത്തിൽ ഒരുപാട് പുസ്തകങ്ങൾ ഉണ്ട് അല്ലെ? നേർപഥം ആഴ്ചയിൽ നമ്മുടെ കയ്യിൽ വരുന്നുണ്ട്. രാവിലെ 5 മിനിറ്റ് നേർവഴി സ്ഥിരമായിട്ട് കേട്ടാൽ തന്നെ ആ നോളജ് കിട്ടും. ഞാനിപ്പോ എന്താ ചെയ്യാ? അങ്ങനെ ഉണ്ടാവും. ഞാനിപ്പോ എന്താ ചെയ്യേണ്ടതെന്ന് അറിയാതെ ബുദ്ധിമുട്ടിക്കുന്ന ആൾക്കാരുണ്ടാവും. കുൻ ആലിമൻ, ഒന്നില്ലെങ്കിൽ ടീച്ചറാവുക. അതാൻ കഴിയോ? എന്നാ ടീച്ചറായിക്കോ, എന്നെന്തായാലും പഠിക്കേണ്ടി വരും. അത് മുതഅല്ലിമൻ, അല്ലെങ്കിൽ സ്റ്റുഡന്റ് ആവുക. സ്റ്റുഡന്റ് കൂടി ആവുക. QHLS സ്റ്റുഡന്റ് ആവുക. പീസ് റേഡിയോയിൽ 500-നും ലൈഫ് കോഴ്സിനൊക്കെ ഒരു സ്റ്റുഡന്റ് ആവുക. ഓൺലൈൻ ഇഷ്ടം പോലെ ഹിഫ്ള് പഠിക്കാൻ, തജ്വീദ് പഠിക്കാൻ, അഖീദ പഠിക്കാൻ ഇഷ്ടം പോലെ കോഴ്സുകൾ ശരിയായ നിലക്കുള്ള മനഹജിൽ നിന്നുകൊണ്ട് പഠിപ്പിക്കുന്ന ഒരുപാട് നമ്മളെ ആൾക്കാരെ നടത്തുന്ന ഒരുപാട് ക്ലാസ്സുകളുണ്ട്. അതിൽ ജോയിൻ ചെയ്യാൻ പഠിക്കുന്ന വിദ്യാർത്ഥിയാവുക. ഞാനൊന്നും പറ്റാത്തൊരു ഏജ് ലെവലിൽ നമ്മൾ എത്തിയണമെങ്കിൽ മുസ്തമിഅൻ, നല്ലൊരു ശ്രോതാവാക. വലാത്തക്കും റാബിഅ, നാലാമത്തവനായി മാറരുത്. മനസ്സിലായില്ലേ? നാലാമത്തവനായിട്ട് മാറരുത്. മുസ്ലിം ഉമ്മത്തിന് പറ്റിയ ഏറ്റവും വലിയ അപജയം എന്താ? ഇൽമില്ലായ്മയാണ്. അപ്പൊ സ്വർഗം ലക്ഷ്യമാക്കുക. ആ സ്വർഗത്തിലേക്കുള്ള വഴി ഖുർആനും സുന്നത്തും അതിനെ കുറിച്ച് പഠിക്കുക. എന്നിട്ട് എന്താ ആദ്യം ചെയ്യേണ്ടത്? വിശ്വാസം റെഡിയാക്കുക. സ്വർഗത്തിന്റെ താക്കോല് ലാ ഇലാഹ ഇല്ലല്ലാഹ്. അഫ്ളലു ദിക്ർ ലാ ഇലാഹ ഇല്ലല്ലാഹ്. ചൊല്ലുന്ന ആൾക്കാരെ ജീവിതത്തിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉണ്ടോ? ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ നിബന്ധനകൾ ഒത്തിട്ടുണ്ടോ? ലാ ഇലാഹ ഇല്ലല്ലാഹ്ക്ക് ഘടകവിരുദ്ധമായത് നമ്മുടെ മനസ്സിനകത്തുണ്ടോ? നമ്മുടെ പ്രവർത്തനത്തിനകത്തുണ്ടോ? നമ്മുടെ വിശ്വാസത്തിനകത്തുണ്ടോ? നമ്മൾ ചേക്കേറിയ കൂട്ടായ്മ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നതിനെ ശരിയായിട്ടും ഉൾക്കൊള്ളുന്ന ഒരു സംഘമാണോ? ലോകത്ത് പ്രവാചകന്മാർ വന്ന് ആദ്യമായിട്ടും പ്രഥമമായിട്ടും പ്രധാനമായിട്ടും പറഞ്ഞത് ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഈ പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവ് അവനാണ് അല്ലാഹ്. മുസ്ലിങ്ങളെ ദൈവം എന്നല്ല അല്ലാഹ് എന്ന് പറഞ്ഞ അർത്ഥം. അല്ലാഹ് എന്ന് പറഞ്ഞ അർത്ഥം സാക്ഷാൽ ആരാധ്യൻ. അതതിന്റെ അർത്ഥം. സാക്ഷാൽ ആരാധ്യൻ, അതാണ് അല്ലാഹ് എന്ന് പറഞ്ഞ അർത്ഥം. ലാ ഇലാഹ, ഒരു ദൈവവുമില്ല, ഇല്ലല്ലാഹ്, സാക്ഷാൽ ആരാധ്യനായ അല്ലാഹു അല്ലാതെ. വമാ അർസൽനാ മിൻ ഖബ്ലിക മിർ റസൂൽ ഇല്ലാ നൂഹി ഇലൈഹി അന്നഹു ലാ ഇലാഹ ഇല്ലാ അന ഫഅ്ബുദൂൻ. നബിയെ, താങ്കൾക്ക് മുമ്പ് ഒരു നബിയെയും നാം അയച്ചിട്ടില്ല, ഒരു റസൂലിനെയും അയച്ചിട്ടില്ല. അവർക്ക് വഹീ നൽകിയിട്ടല്ലാതെ. എന്താണ് വഹീ? അല്ലാഹുവിനെ മാത്രമേ ആരാധിക്കാവൂ. അത് പറയണം ജനങ്ങളോട്. നൂഹ് നബി പറഞ്ഞു, ഹൂദ് നബി പറഞ്ഞു, സാലിഹ് നബി പറഞ്ഞു, ശുഐബ് നബി പറഞ്ഞു, ലൂത്ത് നബി പറഞ്ഞു, ഖലീലുല്ലാ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞു. എന്താണ് നിങ്ങൾ ഈ ആരാധന അർപ്പിക്കുന്ന ഈ രൂപങ്ങളൊക്കെ എന്താണ്? മാ ഹാദിഹി തമാസീലുല്ലതീ അൻതും ലഹാ ആകിഫൂൻ. നിങ്ങൾ ഭജനമിരിക്കുന്നതായ ഈ വിഗ്രഹങ്ങൾ എന്താണ് അവരുടെ അവസ്ഥ? ഖാല ഹൽ യസ്മഊനകും ഇദ് തദ്ഊൻ. നിങ്ങൾ വിളിച്ചാൽ അവർ കേൾക്കുമോ? ഔ യൻഫഊനകും ഔ യദുറൂൻ. അവർ നിങ്ങൾക്ക് ഉപകാരം ചെയ്തു തരുമോ? അല്ല അവർ വല്ല ഉപദ്രവവും തടയുമോ? സ്വന്തം രൂപമുണ്ടാകാൻ കൈയായിട്ട് മനുഷ്യൻ തന്നെ കൈകൊണ്ട് ഉണ്ടാക്കിയേക്ക ദൈവത്തെ. മനുഷ്യൻ തന്നെ കൈകൊണ്ട് ഉണ്ടാക്കിയേക്ക. എന്നിട്ട് അവന്റെ കൈ കൊണ്ടുണ്ടാക്കിയ ദൈവത്തോട് അവന് കഴിയാത്ത കാര്യം അവൻ ചോദിക്കുക. ഓന്റെ കൈ കൊണ്ട് അവൻ ഉണ്ടാക്കിയ സാധനത്തോട് അവന് കഴിയാത്ത കാര്യത്തെക്കുറിച്ച് അവൻ അതിനോട് ചോദിക്കുക. ഇബ്രാഹിം നബി ചോദിക്കുകയാണ്,
നിങ്ങൾ വിളിക്കുന്നത് അവൻ കേൾക്കുന്നുണ്ടോ? നിങ്ങൾക്ക് ഉപകാരം ചെയ്യാൻ സാധിക്കുന്നുണ്ടോ? നിങ്ങൾക്ക് നേരെയുള്ള ഉപദ്രവങ്ങളെ തടയാൻ ഇവക്ക് സാധിക്കുന്നുണ്ടോ? പറയും. അപ്പൊ അവർക്ക് മിണ്ടാട്ടല്ല. ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം പറയാണ്, എന്താ പറയുന്നത്? ഖാലു, അവർ പറഞ്ഞു, ബൽ വജദ്നാ ആബാഅനാ, അവർ പറഞ്ഞു ഉപകാരം ഉപദ്രവം ചെയ്യുന്നില്ല, പക്ഷെ നമ്മൾ പരമ്പരാഗതമായിട്ട് നമുക്ക് കിട്ടിപ്പോന്ന വിശ്വാസം ഇതാണ്, അതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത്. أنتم وآباؤكم قال أفرأيتم ما كنتم تعبدون أنتم وآباؤكم الأقدمون. നിങ്ങൾ ആരാധിക്കുന്ന, നിങ്ങളുടെ കാക്കകാരന്മാർ ആരാധിക്കുന്ന ഈ കാര്യങ്ങളെ കുറിച്ച് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? فإنهم عدو لي إلا رب العالمين. അതൊക്കെ എന്റെ ശത്രുവാണ്. നിങ്ങൾ അള്ളാനും വിളിക്കേണ്ട ഇടക്കിടക്ക്, ആ പടച്ചോൻ ഒഴികെ. മനസ്സിലായത്? എന്നിട്ട് ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം പറയാണ്, അല്ലദീ ഖലഖനീ ഫഹുവ യഹ്ദീൻ. എന്നെ സൃഷ്ടിച്ചവനാണവൻ, എനിക്ക് വഴി കാണിക്കുന്നവനാണവൻ. ആരവിടെ സൃഷ്ടിച്ചത്? ഈ മലകളും കുന്നും, അല്ലേ, കാടും കാട്ടാറുകളും, മനുഷ്യനെയും ജന്തുക്കളെയും സസ്യങ്ങളെയും ഈ സൂര്യനെയും ചന്ദ്രനെയും നക്ഷത്രത്തെയും എല്ലാറ്റിനെയും ഉണ്ടാക്കിയത് ആരാ? അവനാണ് പടച്ചോൻ. അല്ലദീ ഖലഖനീ ഫഹുവ യഹ്ദീൻ വല്ലദീ ഹുവ യുത്ഇമുനീ വയസ്ഖീൻ. അവനാണ് എനിക്ക് ഭക്ഷണം നൽകുന്നത്. എത്ര അത്ഭുത നോക്കിയ നിങ്ങൾ, അല്ലേ? എത്ര അത്ഭുതം! മുന്തിരിയുടെ വള്ളി എത്ര കയ്പ, അതിൽ നിന്നാണ് മധുരമൂറുന്ന മുന്തിരി, അല്ലേ? നമുക്ക് വേണ്ട എല്ലാ ഭക്ഷണവും പടച്ച റബ്ബ് സുബ്ഹാനഹു വ തആല ഉണ്ടാക്കിയിരിക്കുകയാണ്. വല്ലദീ യുത്ഇമുനി ഹുവ യുത്ഇമുനി വയസ്ഖീൻ. എനിക്ക് വെള്ളം നൽകുന്നവനാണ് അല്ലാഹ്. പ്രപഞ്ചത്തിൽ വ്യത്യസ്ത വെള്ളത്തെ ആകാശത്തേക്ക് ബാഷ്പീകരിച്ചിട്ട് ശുദ്ധജലമാക്കി ഇറക്കി തരുന്ന ആളാണ് പടച്ചോൻ. അങ്ങനെ ചെയ്യുന്ന ആരവിടല്? പടച്ചോനല്ലാതെ ആരാള്? ആരുമില്ല. ഇബ്രാഹിം പറയാണ്, അള്ളയാണ് എനിക്ക് വെള്ളം നൽകുന്നത്. വഇദാ മരിൽതു ഫഹുവ യശ്ഫീൻ. ഞാൻ രോഗിയായാൽ എന്റെ രോഗം മാറ്റുന്നവൻ പടച്ചോനാണ്. വല്ലദീ യുമീതുനി സുമ്മ യുഹീൻ. എന്നെ മരിപ്പിക്കുന്നത് ആരാണോ, എന്നെ ജനിപ്പിച്ചത് ആരാണോ, എന്നെ ഉയർത്തെഴുന്നേൽപ്പിക്കുന്നത് ആരാണോ, എനിക്ക് വായുവും വെള്ളവും ജീവനും നൽകുന്നത് ആരാണോ, എനിക്കും എന്റെ മക്കൾക്കും അന്നം നൽകുന്നത് ആരാണോ, ഈ പ്രപഞ്ചത്തിലെ സകലതിന്റെ ഈ സൃഷ്ടാവ് ആരാണോ, അവനെ മാത്രമേ ആരാധിക്കാവൂ. അതാ ഇബ്രാഹിം നബി പറഞ്ഞത്. മൂസാ നബിയോട് ഫിറഔൻ ചോദിച്ചു, ഫമൻ റബ്ബുകുമാ യാ മൂസാ. മൂസാ, ആരാ നിങ്ങളെ റബ്ബ്? രണ്ടാളാ പോയത്, ഹാറൂനും മൂസയും. നിങ്ങൾ രണ്ടുപേരുടെയും റബ്ബ് ആരാ? ഹാറൂനെ മൂസ എന്ന് ചോദിക്കാതെ മൂസ എന്ന് വിളിച്ചെന്തിനറിയ നിങ്ങൾക്ക്? മൂസാ നബിക്ക് ആൾറെഡി സംസാരത്തിന് വിക്കുണ്ട്. അവിടുന്ന് പോകുമ്പോ, കൊട്ടാരത്തിന് പോകുമ്പോഴേ, അപ്പൊ വിക്കി മൂസ അലൈഹി സ്വലാത്തു വസ്സലാം ജവാബ് കൊടുക്കുമ്പോ ഫിർഔൻ പ്ലാൻ ചെയ്തത് ആളുകളെ സഭയിലിട്ട് മൂസ അലൈഹി സ്വലാത്തു വസ്സലാമെ ഇൻസൾട്ട് ചെയ്യാന്നായിരുന്നു. അതുകൊണ്ടാണ് ഹാറൂൻ നന്നായിട്ട് സംസാരിക്കും അറിഞ്ഞിട്ടും ഹാറൂനെ ഈ പറ എന്ന് പറയാതെ മൂസ ഈ എന്നെ പറ എന്ന് പറഞ്ഞ്. മനസ്സിലല്ലേ? പക്ഷെ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം പോകുമ്പോ തന്നെ അള്ളാഹു പ്രാർത്ഥിച്ചിട്ടുണ്ട്, വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹൂ ഖൗലി. എന്റെ നാവിന്റെ കെട്ടുകൾ നീ അഴിച്ചു തരണമേ. ഫിർഔനിന്റെ ചോദ്യം, ഫമൻ റബ്ബുകുമാ യാ മൂസ. ആരാണ് മൂസ നിന്റെ റബ്ബ്? റബ്ബുനല്ലദീ അഅതാ കുല്ല ശൈഇൻ ഖൽഖഹു സുമ്മ ഹദാ. ആവാസ വ്യവസ്ഥ കേട്ടില്ല നിങ്ങൾ? ആവാസ വ്യവസ്ഥ എന്താ? ഓരോ ജന്തുക്കൾക്കും സസ്യങ്ങൾക്കൊക്കെ വളരാൻ വേണ്ട വ്യവസ്ഥ വെച്ചിരിക്കുകയാണ് പടച്ചോൻ. എല്ലാറ്റിനെയും സൃഷ്ടിച്ച് അവക്ക് വേണ്ട വ്യവസ്ഥ വെച്ചു പടച്ചോൻ. വലത് കൈ വലുതും ഇടത്തെ കൈ ചെറുതാണെങ്കിൽ എന്തെങ്കിലും അവസ്ഥ അല്ലെ? മൂക്കിന്റെ ഒരു ഓട്ട വലുതാണെങ്കിൽ എന്തെങ്കിലും അവസ്ഥ? താഴെ ചുണ്ടല്ലേ മേൽ ചുണ്ട് കുറച്ച് തടിച്ചതാണ് എന്തായിരിക്കും അവസ്ഥ? ഒക്കെ കറക്റ്റ് സെറ്റാക്കി പഠിച്ചു. പെർഫെക്ഷൻ അല്ലാഹ്ക്ക് മാത്രമേ ഉള്ളൂ, നമുക്കില്ല. ആകാശം പെർഫെക്റ്റ് ആണ്, ഭൂമി പെർഫെക്റ്റ് ആണ്, സൂര്യൻ പെർഫെക്റ്റ് ആണ്, എല്ലാം പെർഫെക്റ്റ് ആണ്, അല്ലേ? അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാം ഉണ്ടാക്കിയ പടച്ചവൻ, ആകാശങ്ങളെ ഭൂമിയെ
സൂര്യനെ, ചന്ദ്രനെ, നക്ഷത്രങ്ങളെ എല്ലാറ്റിനെയും ഉണ്ടാക്കിയത് പടച്ച റബ്ബാണ്. അതുകൊണ്ടാ പടച്ച റബ്ബ് പറയുന്നത് വമിൻ ആയാതിഹിൽ ലൈലു വന്നഹാർ വശംസു വൽ ഖമർ ലാ തസ്ജുദൂ ലിശംസി വലാ ലിൽ ഖമർ വസ്ജുദൂ ലില്ലാഹില്ലദീ ഖലഖഹുന്ന ഇൻ കുൻതും ഇയ്യാഹു തഅബുദൂൻ. നീ ദൈവത്തെയാണ് ആരാധിക്കാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ, നീ പടച്ച റബ്ബിനെയാണ് ആരാധിക്കാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ, നീ അള്ളാഹുവിനെയാണ് ആരാധിക്കുന്നതെങ്കിൽ, നീ പൂജിക്കേണ്ടത് മനുഷ്യനെയല്ല, നീ വിളിക്കേണ്ടത് ജിന്നുകളെയല്ല, നീ വിളിക്കേണ്ടത് മലക്കുകളെയല്ല, നീ വിളിക്കേണ്ടത് പ്രവാചകന്മാരെയല്ല, പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ് അങ്ങനെയൊന്നല്ല. മറിച്ച് നീ വിളിക്കേണ്ടത് സൂര്യന്റെ റബ്ബിനെ, ചന്ദ്രന്റെ റബ്ബിനെ, ഭൂമിയുടെ റബ്ബിനെ, മഴയുടെ റബ്ബിനെ, സസ്യങ്ങളുടെ റബ്ബിനെ, സകലത്തിന്റെയും റബ്ബിനെ, ഖാലിഖു കുല്ലി ഷൈഇൻ, എല്ലാറ്റിന്റെയും സൃഷ്ടാവിനെ. അതാണ് സൂര്യനും ചന്ദ്രനൊക്കെ അള്ളാന്റെ ദൃഷ്ടാന്തം. ലാ തസ്ജുദൂ ലിശംസി വലാ ലിൽ ഖമർ, സൂര്യനും ചന്ദ്രനുമല്ല സുജൂദ്, വസ്ജുദൂ ലില്ലാഹില്ലദീ ഖലഖഹുന്ന, അവയെല്ലാം ഉണ്ടാക്കിയ പടച്ചവൻ. ഈ പടച്ചവന് കടപിടിക്കാൻ ആരാവിടുള്ളത്? ഈ പടച്ചവന് കടപിടിക്കാൻ ആരല്ല ഇവിടെ? നമ്മളെല്ലാവരും ഓതുന്നല്ലേ ആയത്തുൽ കുർസി ഇല്ലേ? ആയത്തുൽ കുർസി, അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം ലാ തഅഖുദുഹു സിനത്തുൻ വലാ നൗം ലഹു മാ ഫിസ് സമാവാതി വമാ ഫിൽ അർദ് മൻ ദല്ലദീ യശ്ഫഉ ഇൻദഹു ഇല്ലാ ബിഇദ്നി ഇല്ലാ ബിമാ ശാഅ വസിഅ കുർസിയ്യുഹുസ് സമാവാതി വൽ അർദ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന് ഉറക്കമില്ല, മയക്കമില്ല, ക്ഷീണമില്ല, എല്ലാം അല്ലാഹുവിൻ്റെതാണ്. ലഹു മാ ഫിസ് സമാവാതി വമാ ഫിൽ അർദ്. എന്നിട്ട് അല്ലാഹു പറഞ്ഞു വസിഅ കുർസിയ്യുഹുസ് സമാവാതി വൽ അർദ്, അവന്റെ കുർസി. സഹോദരന്മാരെ, ഈ പ്രോഗ്രാമിന്റെ ചെലവിലേക്കുള്ള ഒരു ചെറിയ കളക്ഷൻ വരുന്നുണ്ട്. നമ്മളെല്ലാവരും പരമാവധി സഹായിക്കുക. ഈ പ്രോഗ്രാമിന്റെ ചെലവ് ഈ സദസ്സിൽ തന്നെ കിട്ടുകയാണെങ്കിൽ വളരെ ഹൈറാവും, സംഘാടകർക്ക് ഒരു ഭാരമില്ലാത്ത നിലക്ക് ഇനിയും ദഅ്വാ രംഗത്ത് സജീവമാകാൻ പറ്റും ഇൻഷാ അല്ലാഹ്. അപ്പോ എന്താ ഖുർആൻ ആയത്തുൽ കുർസി എന്താ പറഞ്ഞത്? വസിഅ കുർസിയ്യുഹുസ് സമാവാതി വൽ അർദ്, അള്ളാന്റെ കുർസി ആകാശവും ഭൂമിയും എല്ലാം കൂടെ ഉൾക്കൊള്ളാൻ മാത്രം വിശാലമാണ്. എന്താ കുർസി? കസേര എന്നാണ് ആൾക്കാർ പറയല്. ആ കുർസീന്റെ അർത്ഥം കസേരയല്ല. ആ കുർസീന്റെ അർത്ഥം മൗളിഉ ഖദമിർ റബ്ബ് എന്നാണ്, പടച്ചോന്റെ പാദസ്ഥാനം എന്നാണ്. പാദം വെക്കുന്ന സ്ഥാനമാണ് കുർസി. ആ കുർസിയെ ഈ പ്രപഞ്ചം മുഴുവൻ എടുത്തു വെക്കാൻ മാത്രം വിശാലാണ്. 7 ആകാശവും 7 ഭൂമി, 1-ാം ആകാശത്തിന്റെ ഉള്ളിലാ ഈ നക്ഷത്രങ്ങളൊക്കെ. ഭൂമിയുടെ 13 ദശലക്ഷം ഇരട്ടി വലിപ്പമുണ്ട് സൂര്യന്. അങ്ങനത്തെ കോടിക്കണക്കിന് നക്ഷത്രങ്ങളുണ്ട് ഒരു ഗാലക്സിയിൽ. അങ്ങനത്തെ കോടിക്കണക്കിന് ഗാലക്സികൾ തന്നെ ഉണ്ട്. ഗാലക്സിയുടെ നക്ഷത്രങ്ങളുടെ കൂട്ടം, കോടിക്കണക്കിന് നക്ഷത്രങ്ങളുടെ കൂട്ടമുണ്ട്. ഒരു നക്ഷത്രം ഭൂമിയുടെ എത്ര ഇരട്ടി വലിപ്പമുണ്ടെങ്കിൽ ഈ പ്രപഞ്ചം എത്ര വിശാലം. അതൊക്കെ കൂടെ എടുത്തിട്ട് അള്ളാന്റെ കുർസിയിൽ വെക്കാം, അള്ളാന്റെ പാദം വെക്കുന്ന കുർസിയിൽ വെക്കാം. ഇനി ഈ കുർസിയെ എടുത്തിട്ട് അള്ളാന്റെ അർശിക്ക് വെച്ചാല് റസൂൽ പറയാണ് ഹൽഖത്തുൻ മുൽഖാത്തുൻ ഫിൽ ഫലാത്ത്, മരുഭൂമിയിൽ എറിയപ്പെട്ട ഒരു വളയത്തിന്റെ അത്ര വലിപ്പമായിട്ട് കുർസി ചെറുതാവും. അപ്പൊ അർശ് എത്ര വലിപ്പുണ്ട്? കുർസിയൻ എത്ര വലിപ്പുണ്ടെങ്കിൽ ആ അർശിലേക്ക് ഈ കുർസി എടുത്തു വെച്ച കുർസി ചെറുതാവുമെങ്കിൽ അർശിന്റെ വലിപ്പം എത്രയാണ്? അങ്ങനെയെങ്കിൽ അർറഹ്മാനു അലൽ അർശി ഇസ്തവാ, പരമകാരുണ്യകൻ അർശിലാണ്. ആ അർശിലുള്ള പടച്ചവൻ എത്ര വലിയവനായിരിക്കും, എത്ര മഹത്വമുള്ളവനായിരിക്കും. ആ പടച്ചവന് തുല്യം വെക്കാന് ഇവിടെ മനുഷ്യന്മാരായി ജീവിച്ച് മരിച്ചുപോയ ആൾക്കാരോ അങ്ങനൊന്നും ഉണ്ടാവോ സുഹൃത്തുക്കളെ? ഉണ്ടാവോ? നെഞ്ചത്ത് കൈകെട്ടി വെച്ചിട്ട് നമ്മൾ എന്താ പറയുന്നത്? ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ, നിന്നെ മാത്രമേ ഞങ്ങൾ ആരാധിക്കൂ, നിന്നോട് മാത്രമേ ഞങ്ങൾ സഹായം തേടൂ. ഇത് പറഞ്ഞ മുസ്ലിം, ഇത് പറഞ്ഞ മുഅ്മിൻ, ഓനെന്തിനാ ഒരു ഏലസ്, ഓനെന്തിനാ ഒരു തകിട്, ഓനെന്തിനാ ഒരു ജാറം? അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മദീനയിൽ ഒരു ജാറമുണ്ടോ? മക്കം ഫത്ഹിന്റെ അന്ന് അലി ഇബ്നു അബീ ത്വാലിബിന്റെ കയ്യിൽ കുന്തം കൊടുത്തിട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ എന്താ? ഒരു ചാണിന് മീതെയുള്ള മുഴുവൻ കബറുകളെയും തട്ടി നിരപ്പാക്കണം. കേരളത്തിന്റെ ഒരു അറ്റം മുതൽ ഇങ്ങേയറ്റം വരെ എത്ര ജാറങ്ങളാ, അവിടേക്ക് എത്ര എത്ര ടൂറിസ്റ്റ് ബസ്സാ. എന്തിനാണ് പോകുന്നത് നിങ്ങള്? എന്തിനാ പോണത്? അവര് അള്ളാനോട് പറയും, അവർ കൊടുത്ത കഴിവെന്ന്. ഇതിനൊന്നല്ല പോണേ. ജോലി കിട്ടാൻ, മക്കളെ കിട്ടാൻ,
രോഗം മാറാൻ. കണ്ടല്ലോ നിങ്ങള്, മക്കളെ തരണം ഉപ്പാപ്പ, ജോലി തരണം ഉപ്പാപ്പ. ആരാണ് ഈ ഉപ്പാപ്പ? ഇതെവിടുന്നാണ് ഈ ആശയം? ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ. നിന്നെ മാത്രമേ ഞങ്ങൾ ആരാധിക്കൂ, നിന്നോട് മാത്രമേ